ഇന്നത്തെ നമ്മുടെ സ്പീക്കറായിട്ട് വന്നിട്ടുള്ളത് ഡോക്ടർ രാജീവ് മട്ടത്തിലാണ്. രാജീവിനെ ഞാൻ ഹൃദയപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ രാജീവിനെ ഒന്ന് പരിചയപ്പെടുത്താം. രാജീവ് എനിക്ക് ഒരു വലിയ പ്രൊഫൈൽ അയച്ചു തന്നിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ഞാൻ ഇവിടെ വായിക്കാം. രാജീവ് 2003 PhD എടുത്തത് ലേസർ പ്ലാസ്മ ഫിസിക്സ് എന്ന വിഷയത്തിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ ആയിരുന്നു. അതിനുശേഷം നാഷണൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് കൗൺസിൽ കാനഡയിൽ 2003 മുതൽ 2007 വരെ ഗവേഷകനായിട്ട് പ്രവർത്തിക്കേണ്ടായി. അത് വിഷയം പ്രകാശവും ദ്രവ്യവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിഷയത്തിലായിരുന്നു അതിൻ്റെ ഗവേഷണം. തുടർന്ന് 2007 UK-യിലുള്ള റുദർഫോർഡ് ആപ്പിൾട്ടൺ ലാബറട്ടറിയിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ അവരുടെ സെൻട്രൽ ലേസർ ഫെസിലിറ്റിയിൽ പ്ലാസ്മ ആക്സിലറേറ്റേഴ്സിന്റെ മേധാവിയായി പ്രവർത്തിക്കുന്നതോടൊപ്പം അവരുടെ എക്സ്ട്രീം ഫോട്ടോണിക് സെന്ററിന്റെ ടെക്നിക്കൽ ഡയറക്ടറായി ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. ശാസ്ത്ര പ്രചാരണത്തില് വളരെ തൽപരനാണ്. അദ്ദേഹം 4 കൊല്ലം മുമ്പ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിനോടൊപ്പം യോജിച്ച് ഒരു ഇന്ത്യ UK ഇന്നൊവേഷൻ സെന്റർ തുടങ്ങാൻ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയും അതിന്റെ സ്ഥാപക ഡയറക്ടറും ആണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിലെ ജോൺ ആഡംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസോസിയേറ്റ് മെമ്പറാണ്. കൂടാതെ IIT മദ്രാസിന്റെയും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും അഡ്ജന്റ് പ്രൊഫസർ ആയിട്ട് ഫിസിക്സിന്റെ പ്രവർത്തിക്കുന്നു. 2009 ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ യങ് സയന്റിസ്റ്റ് അവാർഡ് ലഭിക്കുകയുണ്ടായി. അതിനു പുറമെ ഇപ്പോൾ ശാസ്ത്രഗതിയിൽ വന്നിട്ടുള്ള ഈ ഒരു വിഷയത്തിനെ അധികരിച്ച് വന്നിട്ടുണ്ടായിരുന്ന 2 ലക്കങ്ങളിലുള്ള ലേഖനങ്ങളുടെ ഗസ്റ്റ് എഡിറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഒരു ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്. രാജീവ് അയച്ച പ്രൊഫൈലിൽ നിന്ന് ഞാനത് മലയാളത്തിലാക്കി ഇപ്പൊ പെട്ടെന്നൊന്ന് പറഞ്ഞതാണ്. കൂടുതൽ രാജീവ് പറയും. നമുക്കിനി സെഷനിലേക്ക് കടക്കാം. രാജീവ്. താങ്ക് യു പാർവതി. ഞാൻ പ്രസന്റേഷൻ ഇത് ഇംഗ്ലീഷിലാണ്, പക്ഷേ ഞാൻ കഴിയുന്നത് മലയാളത്തിൽ പറയാം. പക്ഷേ ഒബ്വിയസ്ലി ടെക്നിക്കൽ ടേംസ് ഒന്നും അത് മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ശരിയാവില്ല. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവസാനം വന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. കാണാം. ഓക്കെ. സോ ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ഇടാൻ പോകുന്നത്, ഞാൻ ഇത് ശരിക്കും ഈ സബ്ജക്റ്റിൽ ഞാൻ ഒരു എക്സ്പെർട്ട് അല്ല. കാരണം എൻ്റെ പാർവതി പറഞ്ഞ മാതിരി എൻ്റെ PhD ഒക്കെ പ്ലാസ്മ ഫിസിക്സിലാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അടുപ്പുള്ളത് ഇതിൽ തന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ ആയിട്ടാണ്, അതായത് ഫിഷൻ ആയിട്ടല്ല, ഫ്യൂഷൻ ആയിട്ടാണ്. അപ്പോൾ ആ ഒരു അകന്നൊരു പുലബന്ധം ഉള്ളതുകൊണ്ടാണ് ഈ രതീഷ് എന്നെ പിടിച്ചിട്ട് ഈ 2 ലക്കങ്ങളുടെ എഡിറ്റർ ആക്കിയിട്ട് ശാസ്ത്രഗതിയിൽ ഇട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്നാണ് പറയാൻ വന്നത്. പക്ഷെ എന്തായാലും ഏകദേശം ഒരു ഈ ഫീൽഡിന്റെ ഒരു ഗ്ലിംസ് നമുക്ക് ഇത് കൂടെ കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പൊ അടുത്ത സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നുണ്ട് അല്ലേ? സോ ഇത് ഈ ഒരു ഏകദേശം ഒരു 35 സ്ലൈഡ്സ് നമുക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറിന്റെ ഇതായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഉദ്ദേശിച്ചത് ഇതെങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഇതിനൊരു 3 തരത്തില് 3 ഡിഫറെന്റ് ടോപ്പിക്സ് ആയിട്ട് പറയായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. അതായത് ഒന്ന്, നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം, അതായത് ഈ എനർജി ക്രൈസിസ്, ഞാൻ നരകവാരിധി എന്ന് പറയുന്ന അത് ഒരു പൊതുവെ ഇങ്ങനെ ഈ ഒരു അറ്റംപ്റ്റ് ആണ് പൊതുവെ മതങ്ങൾ നടത്താറുള്ളത്. അപ്പൊ നമുക്ക് വലിയ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് പറയാം, പിന്നെ നമുക്ക് ഭാവിയിൽ കിട്ടാൻ വെച്ചിട്ടുള്ള ഒരു സ്വർഗത്തിനെ പറ്റി പറയുക, സ്വർഗാജ്യത്തിനെ പറ്റി പറയുക, പിന്നെ ആ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് എങ്ങനെയാണ്, ഏതൊക്കെ കഷ്ടപ്പാടാണ് നമുക്ക് അനുഭവിക്കേണ്ടതെന്ന് അതിനെ പറ്റിയിട്ട് പറയുക. അതാണ് പൊതുവെ എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ അതേ ഒരു അപ്രോച്ചാണ് ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാം. പിന്നെ ശരിക്കുമുള്ള ഒരു ഫ്യൂച്ചർ, അതായത് നമുക്ക് ഫുൾ എനർജി റിലയൻസ് കിട്ടുന്ന ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അതിലേക്ക് എങ്ങനെയാണ് എത്തുക എന്ന് പറയാം. പിന്നെ ആ ഒരു ഇന്റർവ്യൂ പീരീഡ്, അതായത് നമ്മൾ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് തൽക്കാലത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാന്നുള്ള ഇതിനെ പറ്റിയുള്ളൊരു ഡിസ്കഷൻ. അപ്പോൾ എല്ലാറ്റിലും ഒരു ഏകദേശം ഈക്വൽ നമ്പർ ഓഫ് സ്ലൈഡ്സ് ആയിട്ടാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
അപ്പൊ ഇതിലത്തെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഒരു പ്രശ്നമാണ്. അപ്പൊ ഇത് ഒരു എനർജി കൊണൻഡ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നമ്മൾ സാധാരണ പറയുന്ന മാതിരി ഒരു വിഷ്യസ് പ്രോബ്ലം ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ഇത്. അപ്പോൾ ഇതിൽ ഒന്ന് നമ്മളിപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം ലോകത്തിൽ എത്ര എനർജി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്ന ഒരു കണക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങളിത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ദ വേൾഡ് കൗണ്ട്സ് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന സമയം വരെ എത്ര എനർജി ആൾക്കാർ ആ ദിവസം അല്ലെങ്കിൽ ആ മാസം അല്ലെങ്കിൽ ആ വർഷം ഉപയോഗിച്ചു എന്നുള്ളതിന് നമുക്ക് ഒരു കൗണ്ടർ ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ ഈ ഡെസ്ക്ടോപ്പിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത്രയും ടെറാ ജൂൾസ് ഓഫ് എനർജിയാണ്. ഇതിപ്പോൾ ഞാൻ ഇന്നലെയായിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടത്. അപ്പോൾ ഇന്നലെ ഞാൻ നോക്കുന്ന സമയം വരെ അത്രയും എനർജിയാണ് അവർ ലോകത്തെ എമ്പാടും യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പെട്ടെന്ന് ഈ വലിയ നമ്പേഴ്സ് ഒന്നും നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ടെറാ ജൂൾ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ലോകത്തിലെ എല്ലാ ആൾക്കാരും ഏകദേശം ഒരു 70 കെറ്റിൽ വെള്ളം ഓരോ മണിക്കൂറും വെച്ച് ചൂടാക്കുകയാണെങ്കിൽ അത്രയും അതിനാവശ്യമായിട്ടുള്ള എനർജിയാണ് ഈ ഒരു ടെറാ ജൂൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു കുറേ കൊല്ലത്തെ ഈ എനർജി ഉപഭോഗത്തിൻ്റെ കണക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെ ഉയർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ ശേഷമുള്ള ആ ഗ്രാഫ് വളരെ സ്റ്റീപ്പായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഈ എനർജിയുടെ ഉപഭോഗം കൂടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അൺലിമിറ്റഡ് എനർജി സോഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് കാർബൺ ഫ്രീ ആയിട്ടുള്ള എനർജി സോഴ്സ്. അത് എന്തുകൊണ്ടാണെന്ന് അടുത്ത കുറച്ച് സ്ലൈഡിൽ പറയാം, എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ നേരത്തെ കാണിച്ച കണക്കിനെ തന്നെ നമ്മൾ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ എനർജി ഉപഭോഗം വളരെ ഈക്വൽ ആയിട്ടുള്ള ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇനി വരാൻ പോകുന്ന ഒരു പ്രൊജക്ഷൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഈ എനർജി കൺസംഷൻ നമുക്ക് ഏറ്റവും കൂടാൻ പോകുന്നത് പ്രത്യേകിച്ചും ഏഷ്യൻ കൺട്രീസിലാണ്. അതായത് ഇന്ത്യ, ചൈന മുതലായിട്ടുള്ള ശരിക്കും ആ വികസനത്തിലേക്ക് തൊട്ടടുത്ത് ചൈന വികസിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനത്തെ രാജ്യങ്ങളിലാണ് ഒന്നാമത് അതിൻ്റെ പോപ്പുലേഷൻ കാരണം, അഫ്ലുവൻറ്റ് മിഡിൽ ക്ലാസ് കാരണം, പിന്നെ അവിടെ വരുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഇമ്പാക്റ്റ് കാരണം ആ എനർജി ഉപഭോഗത്തിൻ്റെ റേറ്റ് വളരെ കൂടും ഈ രാജ്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഇതുവരെയുള്ള ഈ എനർജി കൺസംഷൻ നമ്മൾ ലോകത്ത് പൊതുവെ എടുത്തിട്ടുണ്ടെങ്കിൽ മീറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭൂരിഭാഗവും ഈ എന്താ പറയുക ഫോസിൽ ഫ്യൂൽസ് വെച്ചിട്ടുള്ള ഇതാണ് നമ്മൾ ഈ എനർജി നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ പറയുക ഗ്യാസ് അല്ലെങ്കിൽ പെട്രോൾ, ഡീസൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഭൂമിക്കടിയിൽ നമ്മൾ കുഴിച്ചെടുക്കുന്ന പണ്ടുണ്ടായിരുന്ന വൃക്ഷങ്ങളുടെയും ജന്തുക്കളുടെയൊക്കെ അതൊക്കെ അഴുകി ഉണ്ടാകുന്ന ആ ഫോസിൽ നിന്ന് ഉണ്ടാകുന്ന ഇതാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു അൺലിമിറ്റഡ് സോഴ്സ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അടുത്തൊരു കുറച്ച് ദശകങ്ങൾക്കുള്ളിൽ അത് അതിൻ്റെ ഉറവ പറ്റിപ്പോവും. പിന്നെ അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഈ
ഫോസിൽ ബേസ്ഡ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് പ്രൊഡക്ട്സ് ആയിട്ട് ഉണ്ടാകുന്ന വേസ്റ്റുകൾ ഒന്ന് ഇപ്പോൾ ഈ ആഷസ് ആയാലും അല്ലെങ്കിൽ അതുമാതിരിയുള്ള ടോക്സിക് ഗ്യാസസ് ആയാലും അതുമാതിരി ഉണ്ടാകുന്ന ഈ കാർബൺ ബേസ്ഡ് മെറ്റീരിയൽസ് ആയാലും, അതായത് ഗ്ലോബൽ വാർമിംഗ് കൂട്ടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതായത് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ മീഥെയിൻ മാതിരിയുള്ള ഗ്യാസസ് ഒരുപാട് സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന എനർജി സോഴ്സാണ് ഈ ഫോസിൽ ബേസ്ഡ് സോഴ്സസ്. അപ്പോൾ അത് നമ്മുടെ ഇനിയുള്ള എനർജി ഉപഭോഗം ഇതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ലോകത്തിൽ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ വ്യവസായികവൽക്കരണത്തിന് ശേഷമുള്ള എനർജി ഉപഭോഗം കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 200% ആ എനർജി ഉപഭോഗം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫേസ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം ഫേസ് ചെയ്യുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു 20-30 വർഷങ്ങളിലേക്ക്. അപ്പോൾ അതിൻ്റെ ഈ എനർജി എവിടുന്ന് നമ്മൾ കണ്ടെത്തും, ഇതിൻ്റെ ഫോസിൽ ഫ്യൂലിൻ്റെ റിലയൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റൂ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 1800 ശേഷം നമ്മുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ, ആവറേജ് ടെമ്പറേച്ചർ 1 ഡിഗ്രിയിലധികം കൂടിക്കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വളരെ ക്ലിയർ ആണ് ഇനിയുള്ള കാലത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ ഈ എമിഷൻസ് കൂടുന്ന ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് പൊതുവേ ലോകരാജ്യങ്ങളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള സ്ഥിതിയാണ്. അപ്പോൾ മിക്കവാറും രാജ്യങ്ങൾ 2050 ആകുമ്പോഴേക്ക് ഒരു നെറ്റ് സീറോ, അതായത് നമ്മൾ എനർജി ഉണ്ടാക്കാനും എനർജി ഉപയോഗിക്കുന്നതിനും ഉണ്ടാകുന്ന കാർബൺ ഫുട് പ്രിന്റ് സീറോ ആയിരിക്കാൻ, നെറ്റായിട്ട് സീറോ ആയിരിക്കാൻ ഉള്ളൊരു എഗ്രിമെന്റിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഒന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ അത് 2070 ഒന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പ്രിൻസിപ്പിള് ഏകദേശം ഒന്നാണ്. അപ്പോൾ ഈ ഫോസിൽ ബേസ്ഡ് ഇന്ധനങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ വളരെ തീർച്ചയാണ് ഇങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ ബാക്കി നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഫോസിൽ ബേസ്ഡ് ഇന്ധനങ്ങളുടെ ഇമ്പാക്റ്റ് ഗ്ലോബൽ വാർമിങ്ങിന് വളരെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇതിന് ഒരുപാട് ആർഗ്യുമെൻ്റ് ഒക്കെ വന്നിട്ടുള്ള വിഷയങ്ങളാണ്. കാരണം വളരെ പൊളിറ്റിക്സുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള, പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പൊളിറ്റിക്സുമായിട്ട് വളരെ ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ആയതുകൊണ്ട് ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു. കാരണം ഇത് സൂര്യൻ്റെ ആക്ടിവിറ്റി കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ ടെമ്പറേച്ചർ കൂടിയത്. പക്ഷെ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഗ്രാഫ് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം സൂര്യൻ്റെ ആക്ടിവിറ്റി ഏകദേശം ഓൺ ആവറേജ് 1800 ശേഷം വളരെ ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ അതിൽ ആ ആക്ടിവിറ്റികൾ പ്രധാന കാരണം ആണ് നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. അത് ആ ലിങ്ക് പൊതുവേ ശാസ്ത്രലോകം മാത്രമല്ല, പൊതുവെ പൊളിറ്റീഷ്യൻസും കൂടിയും ഓൺ ആവറേജ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇതിനൊക്കെ ഒരുപാട് ചാലഞ്ചസ് പലരും ലോക്കൽ പൊളിറ്റിക്സിൽ വരുന്നുണ്ടെങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു തത്വമാണ് ഇത്. അപ്പോൾ ഇതിന് വലിയൊരു അത്രയും കണ്ടൻഷ്യസ് അല്ല എന്നാണ് നമുക്ക് വിചാരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ഒട്ടും ലിമിറ്റ് ഇല്ലാത്ത, കാരണം നമ്മുടെ എനർജി ഉപഭോഗത്തിൻ്റെ നമ്മുടെ ആവശ്യകത നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒട്ടും ലിമിറ്റ് ഇല്ലാത്ത, പക്ഷെ അതോടൊപ്പം തന്നെ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അതായത് കാർബൺ ഫുട് പ്രിന്റ് വളരെ കുറഞ്ഞ ഒരു എനർജി സോഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം പ്രത്യേകിച്ച് നമ്മുടെ ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെ മനുഷ്യരാശിയുടെ അവസ്ഥ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ എനർജി റിലയബിലിറ്റി. അപ്പോൾ ആ സമയത്താണ് നമ്മൾ നമ്മുടെ എനർജി സോഴ്സിനെ പറ്റിയിട്ട് ഒരു പുനർവിചിന്തനം ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നക്ഷത്രങ്ങളിൽ നിന്ന്, അതായത് നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യൻ തന്നെ നമ്മളൊരു ക്ലൂ എടുത്തിട്ടുണ്ടെങ്കിൽ സൂര്യനിൽ എങ്ങനെയാണ്, സൂര്യനിൽ മാത്രമല്ല പൊതുവെ നക്ഷത്രങ്ങളിലെല്ലാം എങ്ങനെയാണ് എനർജി ഉണ്ടാകുന്ന ഉള്ള കാര്യം നമുക്ക് നോക്കുന്നതൊരു നല്ല കാര്യമാണ്.
സൂര്യന്റെ കേസിൽ പൊതുവെ നക്ഷത്രങ്ങളിലെല്ലാം ഒരു ഹൈഡ്രജന്റെ ഒരു ഒരു കൂട്ടമാണ് ഈ നക്ഷത്രങ്ങളെല്ലാം ആയിട്ട് വരുന്നത്. അപ്പം സൂര്യന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ കാരണം, അതായത് ഗ്രാവിറ്റി കൊണ്ടാണ് ഈ നക്ഷത്രങ്ങളെല്ലാം ചൂട് പിടിക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ വളരെ കൂടുതൽ ചൂടുള്ള അവസ്ഥയിലാണ് ഈ നക്ഷത്രങ്ങൾക്കുള്ളിൽ മാറ്റർ, ഏത് ദ്രവ്യവും ഉണ്ടാവുക. ഏകദേശം 15 മുതൽ 20 മില്യൺ ഡിഗ്രി സെൽഷ്യസ് വരെ ആണ് പൊതുവെ ഒരു ആവറേജ് സ്റ്റാർ. സൂര്യൻ ഒരു ആവറേജ് സ്റ്റാർ ആണ്. അപ്പോൾ സൂര്യനെ മാതിരിയുള്ള ഒരു ആവറേജ് സ്റ്റാറിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ഏകദേശം അത്രയും ഉണ്ടാവും. അപ്പോൾ അത്രയും ടെമ്പറേച്ചറിന്റെ ഉള്ളിൽ ആ ഹൈഡ്രജൻ, അതായത് 4 ഹൈഡ്രജൻ ആറ്റം കൂടി ചേർന്നിട്ട് ഒരു ഹീലിയം ആറ്റം ഉണ്ടാകുന്ന ആ പ്രോസസ്സിൽ അധികം വരുന്ന കുറച്ചൊരു ദ്രവ്യം, അത് ഊർജമായിട്ട് മാറുന്ന പ്രോസസ്സാണ് ഈ നമ്മൾ പൊതുവെ ഇതിനെ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന റിയാക്ടറൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ എങ്കിലും ഒരു തരത്തിൽ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭൂമിയിൽ കിട്ടുന്ന എല്ലാത്തരം എനർജി സോഴ്സസും, അതായത് നമ്മുടെ സോളാർ, വിൻഡ് ഒക്കെ ഉൾപ്പെടെ ഒട്ടുമിക്ക എല്ലാ എനർജി സോഴ്സും ഫ്യൂഷന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അത് കാരണം ഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും സാധ്യമാവില്ല. മേ ബി ഗ്രാവിറ്റി കൊണ്ട് മാത്രം ആവുന്ന ഈ ടൈഡൽ പവർ ഒഴിച്ച് ബാക്കിയെല്ലാം ഫ്യൂഷനായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്യൂഷനെ പറ്റിയിട്ട് അറിയുന്നതും ഫ്യൂഷനെ നമുക്ക് എങ്ങനെയെങ്കിലും ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നതും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത്രയും ചൂടിൽ ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഈ ഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ആറ്റം കൂടിച്ചേർന്നിട്ട് ഹീലിയം ആകുമ്പോൾ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നക്ഷത്രങ്ങളിലെല്ലാം നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ചെറിയൊരു ഭാഗം ദ്രവ്യമാണ് അത് ഊർജമായിട്ട്, അതായത് ഏകദേശം ഒരു 0.7% ദ്രവ്യമാണ് അത് ഊർജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാണ് നമ്മുടെ ഈ കുറച്ച് ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വരുന്നത്. അതായത് ഓരോ ന്യൂക്ലിയസ് ഉണ്ടാക്കാൻ, ഇപ്പോൾ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഉണ്ടാക്കാൻ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ് ഉള്ളതെന്ന് അറിയാലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ, ഇവയെ കൂട്ടിച്ചേർക്കാൻ എത്രത്തോളം എനർജി ആവശ്യമാണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം എനർജി കിട്ടുക എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന മാതിരി നമ്മുടെ ഹൈഡ്രജന്റെ ഇപ്പോൾ ഡിയും ടി എന്ന് എഴുതിയിരിക്കുന്നത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ്. ഒരു ന്യൂട്രോൺ ഉള്ളതും 2 ന്യൂട്രോൺ ഉള്ളതും. അപ്പോൾ ഈ ഹൈഡ്രജനിൽ നിന്ന് നേരിട്ട് നമ്മൾ ഹീലിയത്തിലേക്ക് വരുമ്പോൾ, ഇങ്ങോട്ട് വരുമ്പോൾ ആ ബൈൻഡിങ് എനർജി അതായത് കുറഞ്ഞു വരും. അപ്പോൾ ഇത് ആ എക്സസ് ഉള്ള എനർജിയാണ് നമ്മൾ ഫ്യൂഷനായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ റിലീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം എത്തുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അയൺ ആണ്. അപ്പോൾ ഇരുമ്പ്. അപ്പോൾ ഇരുമ്പിന് ശേഷം പിന്നെ ഈ ഫ്യൂഷൻ, നമ്മുടെ സാധാരണ ഫ്യൂഷൻ റിയാക്ഷൻസ് അത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് പൊതുവെ എല്ലാ ഇപ്പോൾ ലാർജ് പ്ലാനറ്റ്സിൻ്റെ ഉള്ളിലും ഏകദേശം ഒരു മീഡിയം സ്റ്റാർസിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ ഇരുമ്പായിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ഈ ന്യൂക്ലിയർ ഫിഷനിൽ സംഭവിക്കുന്നത്. അത് ഫിഷനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്കൊന്നും കൂടി കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഫ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, കാരണം നമുക്കെല്ലാം എനർജി തരുന്നത് സ്റ്റാർസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ ഫ്യൂഷൻ നമുക്ക് ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ എനർജി ക്രൈസിസ് എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ആൾമോസ്റ്റ് ഒരു അൺലിമിറ്റഡ് എനർജി സോഴ്സ് ആണ്. കാരണം നഷ്ടങ്ങൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ പ്രക്രിയ തന്നെ നമുക്ക് ഭൂമിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യരാശി ഉള്ള കാലം വരെ നമുക്ക് ആവശ്യമുള്ള എനർജി ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ചോദ്യം വളരെ വളരെ വാലിഡ് ആണ്.
പക്ഷേ ചോദ്യം വാലിഡ് ആകുമ്പോൾ തന്നെ അത് ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സൂര്യൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറുകൾ വളരെ വളരെ കൂടുതലാണ്. ഞാൻ സൂര്യൻ്റെ ഉള്ളിൽ ഏകദേശം 15 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ആണ് പറഞ്ഞല്ലോ. ശരിക്ക് ഫ്യൂഷൻ നടക്കാൻ അതിനേക്കാളും കൂടുതൽ ഏകദേശം 1 ബില്യൺ ഡിഗ്രി സെൽഷ്യസ് വരെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സൂര്യനിലെ താരതമ്യേന കുറഞ്ഞ ടെമ്പറേച്ചറിൽ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിലേക്കാണ്. അത് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം വളരെ കൂടിയ ടെമ്പറേച്ചർ, നമുക്ക് സാധാരണ ഉണ്ടാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ടെമ്പറേച്ചർ നമുക്ക് ഭൂമിയിൽ മാത്രമല്ല എവിടെ ആയാലും ഈ ഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ആവശ്യമാണ്. പിന്നെ ഒരു പ്രശ്നം എന്നുള്ളത്, ഇത്രയും ടെമ്പറേച്ചറിൽ ഈ ആറ്റങ്ങളൊന്നും, അതായത് ഏത് ആറ്റങ്ങൾ ആയാലും, ഇപ്പോൾ ഹൈഡ്രജൻ ആയാലും ഹീലിയം ആയാലും ഏത് ആറ്റങ്ങളായാലും, ഇതൊന്നും ആറ്റങ്ങളായിട്ടല്ല ഇത്രയും ടെമ്പറേച്ചറിൽ അത് ഉണ്ടാവുക. അതൊക്കെ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഒക്കെ വേർപെട്ടിട്ട് പ്ലാസ്മ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് എല്ലാ മാറ്ററും ഉണ്ടാവുക. അപ്പോൾ ഈ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇലക്ട്രിക്കൽ ചാർജ് ഉള്ള മീഡിയമാണ്. കാരണം ഇലക്ട്രോൺസ് വേർപെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുന്നത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും അറിയാലോ. അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള മീഡിയത്തിനെ നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആകുമ്പോൾ അതിൽ ഒരുപാട് ഫോഴ്സസ് വരും, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് വരും. അത് കൂടിച്ചേരാൻ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോൾ ഇതിനെ കൺഫൈൻ ചെയ്തിട്ട് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സൂര്യനിൽ ഈ കൺഫൈൻമെന്റ് സാധിക്കുന്നത് ഗ്രാവിറ്റി കൊണ്ടാണ്. കാരണം ഈ പ്രോട്ടോണായിട്ട് വേർപെടുന്ന അവസ്ഥയിലും അത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് ആ ഫ്യൂഷൻ റിയാക്ഷൻ സൂര്യനിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഭൂമിയിൽ 1 മില്യൺ ഇയേഴ്സിൽ കൺഫൈൻ ചെയ്ത് വെച്ചിട്ട് ഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇത്രയും വലിയ ടെമ്പറേച്ചർ ഉണ്ടാക്കുന്നത്, രണ്ടാമത്തത് ഇത്രയും ഈ പ്ലാസ്മേനെ ഇത്രയും കൂടുതൽ സമയം കൺഫൈൻ ചെയ്യുന്നത്, ഇത് രണ്ടും വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഈ രണ്ട് പ്രശ്നങ്ങളെയും നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ then it gives you an unlimited source of energy. കാരണം നമുക്ക് ഒന്നാമത് ഹൈഡ്രജനിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനെ ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഈ സൂര്യനിലെ ഫ്യൂഷൻ റിയാക്ഷൻ നമുക്ക് ഏകദേശം ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് നമുക്ക് തുടങ്ങാൻ പറ്റും. അതായത് ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഒരു ഐസോട്ടോപ്പ്, ഒരു ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പും ട്രിഷ്യം എന്ന് പറയുന്ന 2 ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായിട്ട് നമുക്ക് അന്ന് തുടങ്ങാൻ പറ്റും. അത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂഷൻ റിയാക്ഷൻ നമുക്ക് ഫലപ്രദമായി ഉണ്ടാക്കിയിട്ട് നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് കടൽ വെള്ളത്തിൽ ഇഷ്ടംമാതിരി ഉണ്ട്. ട്രിഷ്യം അത്രയും ഇല്ല. പക്ഷേ ട്രിഷ്യം നമുക്ക് ഈ റിയാക്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഫ്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മുടെ മനുഷ്യരാശി ഉള്ളവരെ നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി നമുക്ക് ഫ്യൂഷൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 1 ഗ്രാം ഈ ഡ്യൂട്ടീരിയം ട്രിഷ്യം ഫ്യൂലിൽ നിന്ന് ഏകദേശം 175,000 കിലോ വാട്ട് അവേഴ്സ് ഓഫ് എനർജി. അതായത് ഈ ഒരു ഓയിൽ ടാങ്കറിലുള്ള ഓയിൽ കച്ചാൽ ഉണ്ടാവുന്ന അത്രയും എനർജിയാണ് നമുക്ക് ഇത്രയും ഒരു ബീക്കർ ഡ്യൂട്ടീരിയം ഉള്ള വെള്ളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ ഒരു വെർച്വലി അൺലിമിറ്റഡ് സോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ സൂര്യനിൽ ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൊണ്ടാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ഭൂമിയിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഉള്ള 2 വഴി, ഒന്ന് വലിയ മാഗ്നറ്റിക് ഫീൽഡ്സ് വെച്ചിട്ട് ഈ പ്ലാസ്മേനെ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ അത് അങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുന്ന പ്ലാസ്മയുടെ സാന്ദ്രത, ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. പക്ഷേ നമുക്ക് സൂര്യനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറിൽ നമുക്ക് ഈ പ്ലാസ്മയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിവൈസിൻ്റെ പേര് ടോക്കമാക് എന്നാണ്. അപ്പോൾ UK-ൽ ടോക്കമാക് ഉണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു ടോക്കമാക് ഫ്രാൻസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഈറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയും അതിൽ ഭാഗഭാക്കാണ്. ഞാൻ അതിനെ പറ്റിയിട്ട് നേരത്തെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. വേറൊരു വഴിയുള്ളത്, ഈ
ടോക്കൺബാക്കിൽ ഏകദേശം സെക്കൻഡ്സ്, ഏതാനും സെക്കൻഡ്സ്, ഒരു 10-20 സെക്കൻഡ് വരെ നമുക്ക് ഈ പ്ലാസ്മയിൽ നമുക്ക് കൺഫൈൻ ചെയ്യാൻ പറ്റും. വേറൊരു വഴിയുള്ളത്, ഇതിനേക്കാളും വളരെ കൂടുതൽ ഡെൻസിറ്റി ഉള്ള പ്ലാസ്മേനെ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം കൺഫൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കും എന്നുള്ള ഇനീഷ്യൽ കൺഫൈൻമെന്റ് എന്ന് പറയുന്ന വേറൊരു വഴിയാണ്, ഒരു മൂന്നാമത്തെ വഴി. അപ്പൊ ഈ നമുക്ക് ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ 3 വഴിയിൽ 2 വഴി മാത്രമേ നമുക്ക് ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഈ മാഗ്നറ്റിക് കൺഫൈൻമെന്റും ഈ ഇനീഷ്യൽ കൺഫൈൻമെന്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന പ്ലാസ്മ ഏകദേശം സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേറൊരു വഴിയുള്ളത് ബോംബ് ഉണ്ടാക്കുകയാണ്. അതായത് നമ്മുടെ ആറ്റമിക് ബോംബ് ഉണ്ടാക്കുന്ന, ഇപ്പൊ ഈ മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ അതിൽ തന്നെ അവസാനം ഈ ഒരു ഹൈഡ്രജൻ ബോംബിന്റെ ഒരു റെഫറൻസ് ഏകദേശം വരുന്നുണ്ട്. ഈ പ്രത്യേകിച്ചും ഫെർമി പ്രൊപ്പോസ് ചെയ്തൊരു ഐഡിയ ആണ്. അതായത് ആറ്റം ബോംബ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാകുന്ന ചൂടിൽ നമുക്ക് ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കാൻ പറ്റും. അത് ഹൈഡ്രജൻ ബോംബ് പറഞ്ഞാൽ ഫ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്, അൺകൺട്രോൾഡ് ഫ്യൂഷൻ റിയാക്ഷൻ. അത് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു പ്രൊപ്പോസൽ ആ സമയത്ത് തന്നെ വന്നിരുന്നു. പക്ഷെ അത് ഒബ്വിയസ്ലി ബോംബാണ്, ഒരു കൺട്രോൾഡ് ഫ്യൂഷൻ റിയാക്ഷൻ അല്ല. അതുകൊണ്ട് നമുക്കതൊരു വയബിൾ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് നമുക്കത് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഭൂമിയിൽ വയബിൾ ആയിട്ടുള്ള 2 പാത്തില്, ഒന്ന് മാഗ്നറ്റിക് കൺഫൈൻമെന്റ്, മറ്റൊന്ന് ഇനീഷ്യൽ കൺഫൈൻമെന്റ്. അപ്പൊ അതിൽ ഇനീഷ്യൽ കൺഫൈൻമെന്റിനെ പറ്റിയിട്ട് മാത്രമാണ് ഞാൻ കുറച്ചൊന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഇത് ഇനീഷ്യൽ കൺഫൈൻമെന്റ് പൊതുവെ നടത്തുന്നത് വലിയ ലേസേഴ്സ് വെച്ചിട്ടാണ്. അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ലേസേഴ്സ്. അപ്പം അങ്ങനത്തെ ലേസേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഭൂമിയിൽ പതിക്കുന്ന സൺലൈറ്റ് എല്ലാം നമുക്ക് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ ഇലക്ട്രിക് പവർ തരുന്ന, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി തരുന്ന ലേസേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ 2 ലേസേഴ്സ് ഞാൻ വർക്ക് ചെയ്യുന്ന ലാബിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ലേസേഴ്സ് വെച്ചിട്ട് നമുക്ക് ദ്രവ്യത്തിനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്ലാസ്മയായിട്ട് മാറ്റാൻ പറ്റും. അതായത് അതിൻ്റെ ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോണുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിനെ പെട്ടെന്ന് പ്ലാസ്മയായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ഫ്യൂഷൻ റിയാക്ടറിൽ, അതായത് ഈ ലേസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഇനീഷ്യൽ കൺഫൈൻമെന്റ് ഫ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു മൂവിയാണ് ഇത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നാഷണൽ ഇഗ്നിഷൻ ഫെസിലിറ്റി എന്ന് പറയുന്ന അമേരിക്കയിൽ കാലിഫോർണിയയിലുള്ള ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഈ ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ അതിൽ ഒരു പെല്ലറ്റിൽ ഈ ഫ്യൂഷൻ ഡ്യൂട്ടീരിയം ട്രിഷ്യം ഫ്യൂവൽ ഒരു ക്രയോ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതിനെ ഏകദേശം ഒരു 192 ലേസർ ബീമുകളാണ് ഇതിനെ ഈ ചുറ്റും ഇറേഡിയേറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇറേഡിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതില് ഇതിന്റെ പെലറ്റിന്റെ പുറത്ത് പ്ലാസ്മ ഉണ്ടാവും. അപ്പൊ ആ പ്ലാസ്മ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള പ്രഷർ ഈ പെല്ലറ്റിനെ, ഈ ഡ്യൂട്ടീരിയം ട്രിഷ്യം അടങ്ങിയിട്ടുള്ള പെല്ലറ്റിനെ ഉള്ളിലേക്ക് അത് ഇംപ്ലോഡ് ചെയ്യിക്കും. അപ്പൊ അത് ഇംപ്ലോഡ് ചെയ്തിട്ട് വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ പ്ലാസ്മ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഉള്ളിലെ പ്ലാസ്മ പുറത്തേക്ക് പോകാനുള്ള ശ്രമം തുടങ്ങും. അപ്പൊ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള പ്രഷറും പുറമേ നിന്ന് ഉള്ളിലേക്കുള്ള പ്രഷറും, അപ്പൊ അങ്ങനെ ആ 2 പ്രഷറും കൂടിയിട്ട് വരുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ ഇതിന്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ വളരെ കൂടും. അതായത് ഈ ഫ്യൂഷൻ തുടങ്ങാൻ ആയിട്ടുള്ള ആ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് എത്തും. അപ്പൊ അത് അങ്ങനെ എത്തുമ്പോൾ ഈ ഇതിലെ ഇക്വേഷൻ നമ്മൾ കാര്യമായിട്ട് നോക്കണ്ട. ഫ്യൂഷൻ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ആൽഫ പാർട്ടിക്കിൾസ്, അതായത് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പൊ ഈ ഹീലിയം ന്യൂക്ലിയസ് ബാക്കിയുള്ള ഇന്ധനമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് അതിനെ കൂടുതൽ ചൂട് പിടിപ്പിക്കും, കൂടുതൽ ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവും, കൂടുതൽ ആൽഫ പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് ഇത് ഈ ഫ്യൂഷൻ റിയാക്ഷൻ ഒരു ഇഗ്നീഷൻ പോയിന്റ് എന്ന് പറയുന്ന, അതായത് സെൽഫ് സസ്റ്റൈൻഡ് ഫ്യൂഷൻ റിയാക്ഷനിലേക്കുള്ള ഒരു പോയിന്റിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് എത്തും. ഇങ്ങനെയാണ് ഈ ഇനീഷ്യൽ കൺഫൈൻമെന്റ് ഫ്യൂഷൻ വഴി നമ്മൾ എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്
വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം ഈ ഫ്യൂഷൻ ഫ്യൂവൽ അടങ്ങിയിട്ടുള്ള പെല്ലറ്റിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്ന, യൂണിഫോം ആയിട്ട് കംപ്രസ് ചെയ്യുന്ന പറഞ്ഞാൽ ഏകദേശം നമ്മൾ ഒരു ബാസ്കറ്റ് ബോളിനെ ഏകദേശം ഒരു പയർമണിയുടെ വലുപ്പത്തിലേക്ക് വളരെ യൂണിഫോം ആയിട്ട് കംപ്രസ് ചെയ്യാന്നുള്ളൊരു ഇത് ആലോചിച്ചാൽ മതി, അത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന്. അപ്പം പക്ഷെ ഇത് ഇത്രയും യൂണിഫോം ആയിട്ട് ഈ ഫ്യൂവലിനെ കംപ്രസ് ചെയ്യുന്നത് പറഞ്ഞത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ക്യാപ്സ്യൂളിന്റെ എത്ര റഫാണ് എന്നതിനെ അനുസരിച്ചിരിക്കും എത്രത്തോളം യൂണിഫോം ആയിട്ടാണ് കംപ്രസ് ചെയ്യാൻ പറ്റുക ഇതിൽ വരിക. ശരിക്കും ഒരു ആറ്റോമിക് സ്കെയിൽ റഫ്നെസ് ഒക്കെ അതിനേക്കാളും കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ ഇത് യൂണിഫോം ആയിട്ട് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു ബലൂണിൽ വെള്ളം നിറച്ചിട്ട് നമ്മളെ കൈക്കുള്ളിൽ പിടിച്ചിട്ട് നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ബലൂണിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ഒരു കടുകുമണിയുടെ അത്രയും വലുപ്പത്തിലേക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മുടെ വിരലിന്റെ ഇടയിൽ കൂടെയൊക്കെ ആ ബലൂണിന്റെ ഇത് ഇങ്ങനെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യാൻ തുടങ്ങില്ലേ. അതേമാതിരിയുള്ള ഒരു ടെക്നിക്കൽ ചാലഞ്ചാണ് ഈ ഇങ്ങനത്തെ ഫ്യൂഷൻ പെല്ലറ്റിനെ കംപ്രസ് ചെയ്യുന്നത്. പക്ഷെ അത് അവര് സാധിച്ചു. അത് ടെക്നോളജിക്ക് വളരെ വലിയൊരു വിജയമായിരുന്നു അവർ ചെയ്തത്. അപ്പൊ ഈ ഫെസിലിറ്റി ഒരു ജസ്റ്റ് ഒരു സ്നാപ്ഷോട്ടാണ് ഇത്. ഒരു ഏകദേശം ഒരു 3 അമേരിക്കൻ ഫുട്ബോൾ ഫീൽഡിന്റെ അത്രയും വലിപ്പമുള്ള ഒരു ഫെസിലിറ്റിയാണ്. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ തന്നെ വളരെ ചലഞ്ചിങ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ആ ഫ്യൂഷൻ പെല്ലറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന ഈ ലേസേഴ്സ് ഒക്കെ വന്ന് ഫോക്കസ് ചെയ്യുന്ന ആ ചേംബറാണ്, ഒരു വാക്യൂം ചേംബറാണ്. ആ ചേംബർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പിക്ചറാണ് ഇത് കാണുന്നത്. അപ്പൊ എത്രത്തോളം വലുപ്പമുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ ഒരു മിനിറ്റ്, ഇതൊരു മനുഷ്യനാണ്. അതിലത്തെ ഒരു ഫ്ലാഞ്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അത്രയും വലിയൊരു ചേംബറാണ് ഇത്. സയൻസ് ചലഞ്ചിന്റെ ഒപ്പം തന്നെ വളരെ വലിയൊരു എഞ്ചിനീയറിംഗ് ചലഞ്ച് കൂടിയാണ് ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ. അപ്പൊ ഇതിൽ വെച്ചിരിക്കുന്ന ഈ തുളകളൊക്കെ ഈ ലേസർ ബീം വന്നിട്ട് ഈ പെല്ലറ്റിലേക്ക് അടിക്കാനുള്ള വേണ്ടിയിട്ടുള്ള ഹോൾസ് ആണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ലേസർ ഫെസിലിറ്റിയാണ്. ഏകദേശം 192 ബീംസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേമാതിരിയുള്ള ഒരു ഫെസിലിറ്റിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഹോൾഡ്രോം എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഉള്ളിലാണ് ഈ ഫ്യൂഷൻ പെല്ലറ്റ് വെച്ചിരിക്കുക. അപ്പൊ ഇതിന്ന് ഇതേമാതിരി 192 ലേസർ ബീമുകൾ ഈ ഹോൾഡ്രോമിന്റെ ഉൾവശത്ത് പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ട് പതിക്കും. അങ്ങനെ അത് പതിക്കുമ്പോൾ അത് അവിടെ പ്ലാസ്മ ഉണ്ടാക്കും, അത് എക്സ്റേ ഉണ്ടാക്കും. ആ എക്സ്റേ ആണ് ഈ ഫ്യൂഷൻ പെല്ലറ്റിന്റെ പുറം ഭാഗം അയണൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് വേറെ പ്ലാസ്മ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അത് ഇംപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കലി വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ ഇനീഷ്യൽ കൺഫൈൻമെന്റ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷം ഒരു വളരെ വലിയൊരു ബ്രേക്ക് ത്രൂ ഈ ഫീൽഡിൽ ഉണ്ടായി. അതായത് ഫ്യൂഷൻ രംഗത്ത് ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്യൂഷൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളതിനേക്കാളും കൂടുതൽ എനർജി ഫ്യൂഷൻ റിയാക്ഷൻ കാരണം പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതൊരു നാച്ചുറലി ഒരു വയബിൾ എനർജി സോഴ്സ് അല്ല. കാരണം നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ എനർജി നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു എക്കണോമിക്കലി വയബിൾ സോഴ്സ് അല്ലല്ലോ. അതുമാതിരിയുള്ള ഒരു പ്രശ്നമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ചലഞ്ച് ഈ നാഷണൽ ഇഗ്നിഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ സോൾവ് ചെയ്തു. അതായത് ഏകദേശം 2 മെഗാജൂൾ എനർജി കൊടുത്തിട്ട് 3 മെഗാജൂളിലധികം എനർജി അവർ അതിന് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ അത് വളരെ വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ടാണ് ഈ രംഗത്ത് കാണുന്നത്. പക്ഷേ ഈ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇതായാലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ടോക്കമാക്ക് ഉപയോഗിച്ചുള്ള ടെക്നോളജി ആയാലും ഒരു ഫ്യൂഷൻ പവർ പ്ലാന്റ്, അതായത് നമ്മുടെ ഒക്കെ ഗ്രിഡിലേക്ക് ഒരു ഫ്യൂഷൻ പവർ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി ആയി വരാൻ ഇനിയും
ഒരുപാട് ടെക്നോളജിക്കൽ ചലഞ്ചുകൾ നമുക്ക് ബാക്കിയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ടെക്നോളജി ആയാലും ഇതിൻ്റെ ലേസർ ടെക്നോളജി ആയാലും ഇതിൻ്റെ പുറത്തുള്ള ഷീത്ത് ടെക്നോളജി ആയാലും, അതായത് ടാർഗറ്റിനെ കവർ ചെയ്യുന്ന ടെക്നോളജി ആയാലും ഒക്കെ ഒരുപാട് ടെക്നോളജിക്കൽ ചലഞ്ചസ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 30-40 വർഷം, കാരണം ഇതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഇതിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു $3 ബില്യൺ ആണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറെ ഈ ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യാൻ സഹായിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഒരു 30 വർഷങ്ങളൊക്കെ എന്തായാലും 30 മുതൽ 50 വർഷം വരെ എന്തായാലും പിടിക്കും ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഗ്രിഡിലേക്ക് വരാൻ. അപ്പോൾ അതുവരെ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതായത് ഇനിയും ഒരു 40-50 വർഷം നമുക്ക് കാർബൺ ഫ്രീ എനർജിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ പറ്റുമോ? അത് ഒബ്വിയസ്ലി അതിന്റെ ഉത്തരം പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതുവരെ എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. ഒന്ന്, റിന്യൂവബിൾ സോഴ്സസിനെ നമ്മൾ കൂടുതൽ ആക്സിലേറ്റ് ചെയ്യണം. അപ്പോൾ അതായത് സോളാർ, വിൻഡ് മാതിരിയുള്ള റിന്യൂവബിൾ സോഴ്സിനെ കൂടുതൽ ആക്സിലേറ്റ് ചെയ്യാം. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ ഇതിൻ്റെ എത്രത്തോളം സ്കേലബിൾ ആണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഇതൊക്കെ ലൊക്കേഷൻ ആൻഡ് ടൈം ഡിപ്പെൻഡ് ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് വലിയൊരു പ്രശ്നമാണ്. സോളാർ എനർജി തന്നെ ഇതിൻ്റെ PV ഫോട്ടോവോൾട്ടായിക്സിൻ്റെ എഫിഷ്യൻസി ഒരു വലിയ പ്രശ്നമാണ്. ഏകദേശം ഒരു 15% ഇതിൻ്റെ ഇപ്പോഴുള്ള എഫിഷ്യൻസി. പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, അതായത് മെറ്റീരിയൽസ്, ടെലൂരിയം, കാഡ്മിയം മാതിരിയുള്ള മെറ്റീരിയൽസ്, അതിൻ്റെ വളരെ സ്കേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അതിൻ്റെ ദൗർലഭ്യം, കിട്ടാനുള്ള മെറ്റീരിയൽസിൻ്റെ ദൗർലഭ്യം, പിന്നെ ഒന്ന് അതൊക്കെ മൈൻ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഫുട് പ്രിന്റ്. ഇതൊന്നും കാർബൺ ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ കാർബൺ ന്യൂട്രൽ അല്ല ഈ സോഴ്സസ് ഒന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ കണ്ടീഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇന്ത്യയുടെ 2 മൈൽ സ്റ്റോൺസ് ആണ് കഴിഞ്ഞ ഈ രണ്ടും നാച്ചുറലി ഒരു പൊളിറ്റിക്കൽ മൈൽ സ്റ്റോൺസ് ആണ്. ഒന്ന്, 2047 ആകുമ്പോഴേക്ക് ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കുക, വികസിത് ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. പിന്നെ 2070 ആകുമ്പോഴേക്ക് ഇന്ത്യയുടെ എനർജി സെക്ടർ കംപ്ലീറ്റ്ലി നെറ്റ് സീറോ ആക്കുക. ഇത് രണ്ടും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള 2 ടാർഗറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ ചലഞ്ചിങ് ആണ്. പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ പവറാണ് ഇതിലേക്ക് എത്താനുള്ള ഒരു വഴി. കാരണം വളരെ ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ എമിഷൻ കുറഞ്ഞ, അതായത് വളരെ കാർബൺ എമിഷൻ കുറഞ്ഞ ഒരു എനർജി സോഴ്സ് ആണ് നാച്ചുറലി ന്യൂക്ലിയർ ഫിഷൻ. അതായത് ഫ്യൂഷൻ നമുക്ക് ഇതുവരെ ഇല്ല, പക്ഷെ ഫിഷൻ റിയാക്ടേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ പക്ഷേ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ എനർജി പ്രൊഡക്ഷൻ്റെ നമ്മൾ എങ്ങനെ നോക്കണമെന്ന് വെച്ചിട്ട് ഏകദേശം 1.5% മുതൽ 3% വരെ മാത്രമാണ് ഈ ന്യൂക്ലിയർ സെക്ടറിൽ നിന്ന് വരുന്നത്. അപ്പം ഇന്ത്യയിലത്തെ നമ്മുടെ ഇപ്പോഴത്തെ പവർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500 മുതൽ 1600 വരെ ബില്യൺ യൂണിറ്റ്സ് ആണ്. അപ്പൊ അതിൽ തന്നെ ഇതിലത്തെ ഇലക്ട്രിക്കൽ പവർ ഏകദേശം ഒരു 400 ബില്യൺ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ പെട്രോളും ഡീസലുമായിട്ട് വരുന്നതാണ്. ഇപ്പൊ ഈ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ പവറിൽ തന്നെ ഏകദേശം പകുതിയിലധികവും ഫോസിൽ ഫ്യൂലിൽ നിന്ന് വരുന്ന എനർജിയാണ്. അപ്പോൾ ഇതേ റേറ്റിൽ നമുക്ക് 2050 2070 വരെ നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഡെഫിഷ്യൻസി വരുന്നത് വളരെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ അവരുടെ ആ മിനിസ്ട്രിയുടെ കണക്ക് പ്രകാരം
ഇന്ത്യയിലെ പ്രത്യേകിച്ച് സോളാർ എനർജിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 1500 ഗിഗാവാട്ടാണ് 2050 ആകുമ്പോഴേക്ക് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കണക്കുകളൊക്കെ നിങ്ങൾ നീതി ആയോഗിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഏകദേശം ആ സമയത്തേക്ക് വേണ്ടി വരുന്ന എനർജി എന്ന് പറയുന്നത് ഏകദേശം 6000 ബില്യൺ യൂണിറ്റ്സ് ആണ്. അപ്പോൾ അത് വളരെ വലിയൊരു ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 3000 മുതൽ 4000 വരെ ബില്യൺ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഗിഗാവാട്ട്സ് നമുക്ക് ബാക്കി ഫോസിൽ ഫ്യൂളിൽ നിന്നല്ലാതെ നമുക്ക് കണ്ടെത്തണം എന്നുള്ളൊരു സാഹചര്യം നമുക്ക് പ്രത്യേകിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യം നമ്മൾ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ആ സമയത്താണ് നമ്മൾ നമ്മുടെ ന്യൂക്ലിയർ ഫിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഫ്യൂഷന്റെ കാര്യം നമ്മൾ നേരത്തെ കണ്ട മാതിരി ഫ്യൂഷനിൽ 2 ലൈറ്റ് ന്യൂക്ലിയസ് കൂടിയിട്ടൊരു ഭാരം കൂടിയ ന്യൂക്ലിയസ് ആകുമ്പോൾ ബാക്കി വരുന്ന കുറച്ച് ദ്രവ്യം ഊർജ്ജമായി മാറുന്നതാണ് ഫ്യൂഷൻ. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഫിഷൻ. ഫിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വളരെ വലിയൊരു ന്യൂക്ലിയസ് ആണ്, ഭാരം കൂടിയ യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം മാതിരിയുള്ള അല്ലെങ്കിൽ തോറിയം മാതിരിയുള്ള ന്യൂക്ലിയസ് ആണ്. അതിനെ നമ്മൾ ന്യൂട്രോൺ കൊണ്ട് ഇടിപ്പിക്കുമ്പോൾ പൊതുവേ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇത് ഈ ന്യൂട്രോൺ അബ്സോർബ് ചെയ്യും, എന്നിട്ട് കൂടുതൽ അൺസ്റ്റേബിൾ ആവും. അത് അൺസ്റ്റേബിൾ ആകുമ്പോൾ അത് 2 ചെറിയ ഭാരം കുറഞ്ഞ ന്യൂക്ലിയസ് ആയിട്ട് വിഘടിക്കുമ്പോൾ ബാക്കി വരുന്ന ഇന്ധനം എനർജി ഡെൻസിറ്റി ഉള്ള ഒരു എനർജി സോഴ്സ് ആണ് ഈ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഇഞ്ച് വലിപ്പമുള്ള ഒരു യുറേനിയം പെല്ലറ്റിൽ നിന്ന് ഏകദേശം 1 ടൺ കൽക്കരി കത്തിച്ചാൽ ഉണ്ടാവുന്ന അത്രയും ഊർജം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏകദേശ കണക്കുകൾ. അപ്പോൾ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സാണ് ഫിഷൻ. അപ്പോൾ ഈ ഫിഷൻ ഉണ്ടാക്കാൻ നമ്മൾ നേരത്തെ ഫ്യൂഷനിൽ കണ്ട മാതിരി തന്നെയുള്ള ഒരു ചെയിൻ റിയാക്ഷൻ ആവശ്യമാണ്. അതായത് ഒരു ന്യൂട്രോൺ ഇടിച്ചിട്ട് ഇപ്പോൾ യുറേനിയം 235 എന്ന് പറയുന്ന ഇത് ഒരു എക്സാമ്പിളായി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ന്യൂട്രോൺ എടുക്കുമ്പോൾ അതിനെ 3 ന്യൂട്രോണായിട്ട് ആ റിയാക്ഷനിൽ അത് കിട്ടും. നേരത്തെ കണ്ട മാതിരി ആ 3 ന്യൂട്രോൺ വേറെ 3 യുറേനിയം ന്യൂക്ലിയസിൽ ചെന്നിരിക്കും. അതിന്നും ഓരോന്നും 3 എണ്ണം അങ്ങനെ 3ആയി 9ആയി അങ്ങനെ ചെയിൻ റിയാക്ഷൻ മാതിരി ആയിട്ട് വരുന്ന ഇതാണ് ഈ പൊതുവെ റിയാക്ടറിലെല്ലാം നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഈ ചെയിൻ റിയാക്ഷൻ നമ്മൾ റിയാക്ടറിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ഇതിനെ നമ്മൾക്കൊന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് ഒന്ന് ചെയ്യാറുള്ളത്. ഒന്ന്, ഈ ഫിഷൻ വഴി വരുന്ന ന്യൂട്രോൺസ് പൊതുവെ വളരെ എനർജറ്റിക് ആയിരിക്കും. കാരണം ഈ ഫിഷനിൽ വരുന്ന എനർജി അങ്ങനെ എനർജി ആയിട്ടല്ലല്ലോ വരുന്നത്. ഇതിന്ന് വരുന്ന സൈഡ് പ്രൊഡക്ട്സ് അതിൻ്റെ പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി ആയിട്ടാണ് ഈ എനർജി വരുന്നത്. അത് പ്രധാനമായിട്ടും ഈ എനർജി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ന്യൂട്രോൺസ് ആണ്. അപ്പോൾ വളരെ ശക്തി കൂടിയ വളരെ വേഗത്തിലുള്ള ന്യൂട്രോൺസ് ആണ് പൊതുവെ എല്ലാ ഫിഷൻ റിയാക്ഷനും വരിക. അപ്പോൾ ഈ വേഗത്തിലുള്ള പാർട്ടിക്കിൾസിന് പ്രശ്നമുണ്ട്. അത് ബാക്കിയുള്ള ആറ്റങ്ങളിൽ പോയിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഇതിന്റെ വേഗത കൂടുന്തോറും ആ പ്രോബബിലിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നമ്മൾ ഇതിന്റെ വേഗത ഒന്നും കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ബാക്കിയുള്ള ന്യൂക്ലിയസ് ആയിട്ട് പോയിട്ടുള്ള കൊളൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറയും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പൊതുവെ റിയാക്ടറിലൊക്കെ മോഡറേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മോഡറേറ്റർ സാധനം ഉപയോഗിക്കുന്നത് ഈ ഖനജലം, അതായത് ഡ്യൂട്ടീരിയം അടങ്ങിയിട്ടുള്ള വെള്ളം, സാധാരണ വെള്ളത്തിനേക്കാളും H2O അല്ലാതെ D2O ആയിട്ട് വരുന്ന വെള്ളമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ബേസിക്കലി ഹൈഡ്രജൻ കൂടുതലായിട്ടുള്ള വെള്ളമാകുമ്പോൾ ഇത് ന്യൂട്രോണിനെ സ്കാറ്റർ ചെയ്തിട്ട് കൂടുതൽ അതിൻ്റെ വെലോസിറ്റി അത് കുറയ്ക്കും. അപ്പോൾ അതിനെ വെലോസിറ്റി കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ള ആ ചെയിൻ റിയാക്ഷൻ്റെ പ്രോബിലിറ്റി അത് കൂട്ടും. അതാണ് ചെയ്യുന്നത്. പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രാഫൈറ്റ് മുതലുള്ള കൺട്രോൾ റോഡ്സ്, അതിൻ്റെ റിയാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ നമ്മൾ പൊതുവെ കൺട്രോൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളുടെ സേഫ്റ്റി ആയിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു.
അപ്പോൾ നമ്മളെ സാധാരണ ഒരു റിയാക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലൊരു കോർ ഉണ്ടാവും. അതിലാണ് നമ്മുടെ ഈ ഇന്ധനം അടങ്ങിയിട്ടുള്ള റോഡ്സ് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ കാരണം, ഈ ചെയിൻ റിയാക്ഷൻ കാരണം ഒരുപാട് ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മോഡറേറ്റേഴ്സ് നമുക്ക് പൊതുവെ ഹെവി വാട്ടറാണ്, ഘനജലമാണ് കൊടുക്കുക. അതിൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇതിലുണ്ടാവുന്ന ഈ ഫിഷൻ റിയാക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഹീറ്റിനെ, താപത്തിനെ മാറ്റുക, ആ കോറിന്ന് മാറ്റുക എന്നുള്ള ഒരു അഡീഷണൽ ഫംഗ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു കൂളൻ്റ് ആയിട്ടും ഈ ഹെവി വാട്ടർ പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റിയാക്ടറിൽ ഈ കൂളൻ്റ് ആയിട്ട് നമ്മൾ ഹെവി വാട്ടർ ഇതിലേക്ക് പമ്പ് ചെയ്യും. ആ ഹെവി വാട്ടർ ഇതിൽ നിന്നുള്ള ചൂട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പോകും. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് നമ്മൾ സാധാരണ ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ തെർമൽ പവർ സ്റ്റേഷനുമായി തന്നെ അത് ഒരു ടർബൈനെ കറക്കും, അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അതേമാതിരി തന്നെയാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ ഉണ്ടാവുന്ന പുതിയ ജനറേഷൻ റിയാക്ടറിലൊക്കെ ഈ ഹെവി വാട്ടറിന് പകരം ലിക്വിഡ് മെറ്റൽസ്, അതായത് സോഡിയം മാതിരിയുള്ള മെറ്റൽസ് കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ, മെയിൻ ഫംഗ്ഷനൊക്കെ ഏകദേശം ഇതുമായി തന്നെയാണ്. ഈ റിയാക്ടറിൻ്റെയൊക്കെ പൊതുവേ നമുക്ക് ന്യൂക്ലിയർ സെക്ടറിനെ പറ്റി നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു പേടി ഇതിൻ്റെ സേഫ്റ്റിയെ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളുടെ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു 3 ന്യൂക്ലിയർ ആക്സിഡൻസ് ആണ് ഏകദേശം ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് 3 മൈൽ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ, അതായത് ആദ്യത്തെ കാലത്ത്, അതായത് അമേരിക്കയിലും കാനഡയിലൊക്കെ തുടങ്ങിയ സമയത്ത് അന്നുണ്ടായ 79-ലുണ്ടായ ഒരു ആക്സിഡന്റ് ആണ് ഇത്. അത് ഇതിലത്തെ ഒരു വാൽവ്, അതായത് ഈ കോറിൽ, ഈ റിയാക്ടർ കോറിന്ന് പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പ്രഷർ കൂടുമ്പോൾ അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൽവ് അത് സ്റ്റക്കായി പോയതാണ് അതിനുള്ളൊരു കാരണം. അതിൽ നിന്ന് ഒക്കെ ടെക്നോളജി നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട്. അതിനുശേഷം പിന്നെ അങ്ങനത്തെ ആ പ്രശ്നം കൊണ്ടുള്ള ഒരു ആക്സിഡൻ്റ് ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ നമുക്ക് പൊതുവെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ഭീകരതയുടെ പരിവേഷമൊക്കെയുള്ള ഒരു ആക്സിഡന്റ് ആയിരുന്നു ചെർണോബിലിലത്തെ 1986. അതിന് പല സ്റ്റോറി ഉണ്ടെങ്കിലും പൊതുവേ അംഗീകരിക്കപ്പെട്ടുള്ള സ്റ്റോറി പറഞ്ഞാൽ ഇതൊരു ഹ്യൂമൻ എറർ കൊണ്ടുണ്ടായ ഇതാണ്. കാരണം ഒരുപാട് അവർ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് അവര് ബൈപ്പാസ് ചെയ്ത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ചെർണോബിൽ ഉണ്ടായത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം അവര് റിയാക്ഷൻ നടക്കുമ്പോൾ തന്നെ റിയാക്ഷൻ നടക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അത് ഷട്ട് ഡൗൺ ചെയ്തു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും പ്രൊസീജിയറൽ ഗ്യാപ്പും തമ്മിലുള്ളൊരു പ്രശ്നമാണ് ഇതുണ്ടായത്. അപ്പോൾ ആ കൂളിംഗ് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ ഇതിലത്തെ താപം വളരെ കൂടുതലായിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് കൂടി. അപ്പോൾ അതിലേക്ക് വന്ന ഈ കൂളൻ ജലം, അതിൻ്റെ പ്രഷർ വളരെ കൂടി. അങ്ങനെയാണ് അത് പൊട്ടിത്തെറിയുമൊക്കെ നമുക്ക് അവസാനിച്ചത്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ കാണിക്കുന്നത് ആ ചെർണോബിൽ ദുരന്തം ഉണ്ടായതിനു ശേഷം പൊതുവെ യൂറോപ്പിലെല്ലാം പടർന്ന, പ്രത്യേകിച്ചും ഈ അയഡിൻ മാതിരിയുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ സ്പ്രെഡാണ്. അപ്പോൾ ഏകദേശം ഇറ്റലിയുടെ അവസാനം വരെ, ഈവൻ UK കൂടിയിട്ട് ഈ ചെർണോബിൽ നിന്നുള്ള ഈ റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങളുടെ ഇത് വളരെ കൊല്ലങ്ങൾ, ഏകദേശം ഒരു 50 വർഷത്തോളം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും വളരെ വലിയൊരു സ്പ്രെഡാണ് ഈ, അതായത് ന്യൂക്ലിയർ റിയാക്ടറിനെ പറ്റിയിട്ടുള്ള ഈ നമ്മുടെ പൊതുബോധത്തിനെ കുറച്ചൊന്ന് നെഗറ്റീവ് ആക്കി വരാനുള്ള ഒരു പ്രധാന കാരണം. പിന്നെ അതിനുശേഷം ഉണ്ടായൊരു ആക്സിഡന്റ് ആണ് ഫുകുഷിമയിൽ 2011 ഉണ്ടായത്. അത് ശരിക്കും ഒരു സുനാമി ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നു. അതായത് ഹ്യൂമൻ എറർ അതിൽ വളരെ കുറവാണ്, പക്ഷെ അത് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ സുനാമി കാരണം ഈ ഇതിൻ്റെ കൂളൻ സർക്യൂട്ട്
അതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് അത് ഡാമേജ് ആക്കി കളഞ്ഞു. അപ്പോൾ അത് കാരണം കൂളിംഗ് ശരിക്കും നടന്നില്ല. പക്ഷെ എങ്കിലും അപ്പോഴേക്കും ഇതിൽ ഒരുപാട് സേഫ്റ്റി സിസ്റ്റം വളരെ ഇമ്പ്രൂവ് ആയതുകൊണ്ട് ഏർലി വാർണിംഗ് ഒരുപാട് പേർക്ക് കിട്ടി. അതുകൊണ്ട് ഒരുപാട് പേരെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ പറ്റി. മാത്രമല്ല സേഫ്റ്റി റിലീസ് വാൽവ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ചെർണോബിലുള്ള അത്രയും പ്രശ്നം ഈ ഫുകുഷിമ കാരണം ഉണ്ടായിട്ടില്ല എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഒരുപാട് പേരെ അവിടുന്ന് കുഴി ഒഴിപ്പിക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഇതിൻ്റെ റേഡിയേഷൻ കൊണ്ടുള്ള സെക്കൻഡറി എഫക്ട്സ് ചെർണോബിലിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതൊരു ഇൻഡിക്കേഷനും കൂടിയാണ്. അതായത് ഇത്രയും കൊല്ലത്തിനുള്ളിൽ എത്രയും സേഫ്റ്റി റെഗുലേഷൻസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ സെക്ടറിൽ എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ 3 അപകടങ്ങളുടെയും ഇമ്പാക്റ്റ് കാണിക്കുന്നത്. പിന്നെ ഒന്ന് ഇതിനോട് തന്നെ അനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ, അതായത് ന്യൂക്ലിയർ ഫ്യൂഷനിലല്ല ഫിഷൻ റിയാക്ടേഴ്സ് എല്ലാം തന്നെ ന്യൂക്ലിയർ വേസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ ഇതിനുപയോഗിക്കുന്ന ഇന്ധനങ്ങൾ എല്ലാം നമ്മൾ 100% ഈ ഇന്ധനങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതായത് നമ്മൾ ഇതിൽ കൊടുക്കുന്ന യുറേനിയം ആയാലും പ്ലൂട്ടോണിയം ആയാലും എല്ലാം അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം, ഏകദേശം ഒരു 5 മുതൽ 10% വരെ മാത്രമാണ് ഈ ശരിക്കും ഒരു ഫിഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷേ ബാക്കിയുള്ള ഇന്ധനം അതിൽ കുറേ കണ്ടാമിനേറ്റഡ് ആവും, കുറേ വേറെ മൂല്യങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും, കുറേ ന്യൂട്രോൺ അബ്സോർബ് ആയിട്ട് ആക്ടിനൈറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും എല്ലാം. പക്ഷേ ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ശരിക്കുള്ളൊരു കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന്ന് ഫിഷൻ റിയാക്ടേഴ്സിൽ നിന്ന് വരുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൻ്റെ വളരെ ചെറിയൊരു ഏകദേശം ഒരു 3% മാത്രമാണ് ശരിക്കും ഹൈലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം പൊതുവേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത്സും അല്ലെങ്കിൽ നമ്മളിത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനൻ സാധനങ്ങളും അതിൻ്റെയൊക്കെ ആ അവശിഷ്ടങ്ങളൊക്കെ കൂടിയിട്ടുള്ള വളരെ ലോ ലെവൽ റേഡിയോ ആക്ടിവിറ്റി മാത്രമുള്ള അവശിഷ്ടങ്ങളാണ് വരുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഒന്നിച്ചിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷന് കണക്കാക്കാന്ന് മാത്രം. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്ന വേസ്റ്റ് തന്നെ കുറേ എണ്ണത്തിന് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ യുറേനിയത്തിൽ തന്നെ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ലൈഫ് സൈക്കിളാണ്. അപ്പോൾ ഇതിന്ന് വേസ്റ്റായി വരുന്ന കുറേ ഇന്ധനത്തിൻ്റെ വേസ്റ്റിനെ നമുക്ക് ഇതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് വരുന്ന ശരിക്കുള്ള നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടി വരുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് പൊതുവേ കുറവാണ്. അപ്പോൾ ഒരു കണക്ക് പറഞ്ഞാൽ നമ്മുടെ ഒരാൾക്ക് ഇലക്ട്രിസിറ്റി 1 വർഷം സപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഇപ്പോൾ ന്യൂക്ലിയർ ഇതിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് പറഞ്ഞാൽ ഏകദേശം ഒരു ഇഷ്ടികയുടെ അത്രയും വലിപ്പമുള്ള വേസ്റ്റ് മാത്രമേ വരുള്ളൂ. അതിൽ തന്നെ ഏകദേശം ഒരു 5 ഗ്രാം മാത്രമാണ് ശരിക്കും ഹൈലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താരതമ്യേന വളരെ വളരെ കുറവാണ്. പക്ഷേ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ തന്നെ നമുക്ക് ശരിക്കും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ പൊതുവേ ഉള്ളൊരു ബോധം എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എല്ലാം ഒരു 10,000 വർഷം ഇങ്ങനെ ഫുൾ റേഡിയോ ആക്റ്റീവ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ്. അത് ശരിയുമാണ് തെറ്റുമാണ്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി പലതരത്തിലുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനുഷ്യന് സേഫ് അല്ലാത്ത തരത്തിലുള്ള ആ ലെവലുള്ള റേഡിയോ ആക്ടിവിറ്റി അത് കാണിക്കുന്നത് ഏകദേശം 200-300 കൊല്ലങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ലെവല് ഇതിൻ്റെ ഹാഫ് ലൈഫ് കാരണം വളരെ കുറഞ്ഞു വരും. അപ്പോൾ അതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇന്ന് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ ഈ വാട്ടർ ടാങ്കിൽ ഇതാക്കിയിട്ടാണ് സ്റ്റോർ ചെയ്യാറ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ലാബ്സിൻ്റെ ഉള്ളിൽ ഇതാക്കിയിട്ടാണ് ഇത് പൊതുവെ ന്യൂക്ലിയർ വേസ്റ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാനേജബിൾ, ഇത് റിസ്ക് ആണ്, പക്ഷേ മാനേജബിൾ റിസ്ക് ആണെന്ന് മാത്രം. ഇവിടെയാണ് ഈ ചില പുതിയ തരത്തിലുള്ള റിയാക്ടേഴ്സ്, അതായത് പ്രത്യേകിച്ചും ഈ പുതിയ ജനറേഷൻ റിയാക്ടേഴ്സിൻ്റെ പ്രസക്തി കൂടുതൽ വരുന്നത്. ഈ SMR എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ
മോഡുലർ റിയാക്ടേഴ്സ്. അപ്പോൾ അതായത് പുതുതായിട്ട് വരുന്ന ന്യൂക്ലിയർ ഫിഷനെ ബേസ് ചെയ്തിട്ടുള്ള റിയാക്ടേഴ്സ് എല്ലാം ഒരുപാട് രാജ്യങ്ങളിൽ ഈ തരത്തിലുള്ള റിയാക്ടേഴ്സ് ആക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പൊതുവെ അമേരിക്കയിലായാലും ഈവൻ ഇംഗ്ലണ്ടിലും കൂടിയിട്ട് ഇതിനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്വീഡനിലും സൗത്ത് കൊറിയയിലും ചൈനയിലൊക്കെയാണ്. അപ്പോൾ ഇന്ത്യ തന്നെ ഏകദേശം ഒരു 40-50 SMRകൾ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ. ഇത് ബേസിക്കലി പറഞ്ഞാൽ വളരെ ചെറിയൊരു ന്യൂക്ലിയർ റിയാക്ടറാണ്. അപ്പോൾ ഇതിലുപയോഗിക്കുന്ന നമ്മുടെ സാധാരണ റിയാക്ടറിന്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്, പക്ഷേ ഇതിലുപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ അളവും കുറവാണ്. ഇതിന്റെ സേഫ്റ്റി കുറച്ചും കൂടിയും എളുപ്പമാണ്, കുറച്ചും കൂടി മോഡുലർ ആണ്. അതായത് കുറച്ചും കൂടിയും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതായത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മുടെ സാധാരണ വലിയ ലെവലുള്ള ഒരു റിയാക്ടറൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കണം, ഒരു 4-5 മൈൽ ചുറ്റളവിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കണം, അങ്ങനത്തെ ഇതൊക്കെ വരും. പക്ഷെ ഇതിന് താരതമ്യേന അത്രയും റെസ്ട്രിക്ഷൻസ് കുറവാണ്. അപ്പൊ നമുക്ക് സിറ്റിയിലൊക്കെ വേണമെങ്കിൽ ആ ലോക്കൽ റെസ്ട്രിക്ഷൻസ് മാത്രം മതി, പക്ഷെ അങ്ങനെ ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള റിയാക്ടറാണ് പൊതുവേ ഇപ്പൊ എല്ലാ കൺട്രികളിലും എല്ലാ രാജ്യങ്ങളും ഇത് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വേറൊന്ന് ഇപ്പോ ഈ അതായത് പരീക്ഷണ ഘട്ടത്തിലിരിക്കുന്ന തലം റിയാക്ടേഴ്സ് ആണ്. അതിന് സബ് ക്രിട്ടിക്കൽ റിയാക്ടേഴ്സ് എന്നാണ് പറയുക. ഇപ്പോൾ പൊതുവെ എല്ലാ ന്യൂക്ലിയർ റിയാക്ടറുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരിക്കും. അതായത് അതിന്ന് ആ ഫിഷൻ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ന്യൂട്രോൺസും ഫിഷൻ റിയാക്ഷൻ സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രോൺസും ഏകദേശം ഒരേ ലെവലിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ റേഷ്യോ ആണ് നമ്മൾ ഈ കെ എന്ന് പറയുന്ന ക്രിട്ടിക്കാലിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഏകദേശം ഒരു K = 1 ആ രീതിയിലാണ് പൊതുവെ എല്ലാ റിയാക്ടേഴ്സും അത് ഓപ്പറേറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ കെയുടെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതായത് കൂടുതൽ ന്യൂട്രോൺസിനെ ഇത് അബ്സോർബ് ചെയ്യും. അങ്ങനെ ചിലപ്പോൾ ചെയിൻ റിയാക്ഷൻ അൺകൺട്രോൾഡ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അങ്ങനെ കൂടുതൽ അബ്സോർബ് ആകുമ്പോൾ ചില ന്യൂക്ലിയർ ഫ്യൂവൽസ്, അതായത് യുറേനിയം പോലുള്ള ചില ന്യൂക്ലിയർ ഫ്യൂവൽസ് ഫിസൈൽ ആവാത്ത ചില മൂലകങ്ങളായിട്ട് ആക്ടിനൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവുന്ന വേസ്റ്റ് ഒരുപാട് കൂടും. അപ്പോൾ അത് അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല റിയാക്ടേഴ്സിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ഈ സബ് ക്രിട്ടിക്കൽ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഈ കെ ഫാക്ടർ ഒന്നിലും കുറവായിട്ട് നിലനിർത്തും. അതായത് നമുക്ക് ഫിഷൻ സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രോണുകളെക്കാളും കുറവ് ന്യൂട്രോൺസ് മാത്രമേ അത് ഉണ്ടാക്കുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇത് ഫിഷൻ റിയാക്ഷൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സപ്ലൈ ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ന്യൂട്രോൺ സോഴ്സ് കൂടിയാണ്. അതായത് ഒരു സ്പെല്ലേഷൻ സോഴ്സ്, അതായത് പ്രോട്ടോൺസിനെ ഒരു വലിയ ഹെവി മെറ്റലിൽ ഇടിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ന്യൂട്രോൺ ബീമാണ് ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ ആ സപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം K 1 ആയിരിക്കും, ഒന്നിന് ലേശം കൂടുതലോ ആയിരിക്കും. പക്ഷെ ആ സപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ K തിരിച്ച് 1 കുറവായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു സേഫ്റ്റി സ്വിച്ച് മാതിരിയാണ് ഈ എക്സ്റ്റേണൽ ന്യൂട്രോൺ ബീം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ സേഫ്റ്റിയുടെ ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇത് ഈ ന്യൂട്രോൺ ബീം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സേഫ്, ഇതങ്ങനെ പിന്നെ ഫിഷൻ റിയാക്ഷൻ അത് നടക്കില്ല. അപ്പോൾ ഇത് പക്ഷേ കമേഴ്ഷ്യലായിട്ട് ഇതുവരെ വന്നു കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും റിസർച്ച് സ്റ്റേജിലാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഇതിൽ റിസർച്ച് നടക്കുന്നുണ്ട്, ഇന്ത്യയിലും നടക്കുന്നുണ്ട്, അമേരിക്കയിലുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഇത് വെച്ചിട്ടുള്ള റിസർച്ച് റിയാക്ടേഴ്സ് ഉണ്ടാക്കി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കമേഴ്ഷ്യൽ ലെവലിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ലാസ്റ്റ് സ്ലൈഡാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 2 മൈൽ സ്റ്റോൺസ്, അതായത് 2047 മൈൽ സ്റ്റോണും 2070 മൈൽ സ്റ്റോണും വെച്ചിട്ട്
നമ്മുടെ ഇന്ത്യയിലത്തെ ന്യൂക്ലിയർ സെക്ടറിന്റെ ഒരു എന്താ പറയുക ഒരു ഗ്രോത്ത് ഗവൺമെന്റ് ശരിക്കും ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കറന്റ്ലി ഏകദേശം ഒരു 3% മാത്രമാണ് ഇലക്ട്രിക്കൽ പവറിൽ ന്യൂക്ലിയർ എനർജിയുടെ കോൺട്രിബ്യൂഷൻ എങ്കിൽ അടുത്ത ഒരു 2-3 ദശകത്തിനുള്ളിൽ ഇത് വളരെ കൂട്ടാനുള്ള ഒരു ചാൻസ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാണുന്നുണ്ട്. അതിനെ കഴിഞ്ഞൊരു 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ വന്നിട്ടുള്ള 2-3 ന്യൂസ് ആർട്ടിക്കിൾസിന്റെ കട്ടിങ്സ് ആണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പ്രത്യേകിച്ചിട്ടും ഈ ഒരു ആർട്ടിക്കിൾ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഈ കാഞ്ചി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്. അപ്പൊ അതിൽ അവര് നടത്തിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പീസാണ് ഈ റിക്ലെയിമിംഗ് ദ പ്രോമിസ് ഓഫ് ന്യൂക്ലിയർ പവർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആഷ്ലി ടെലിസ് കഴിഞ്ഞ ആഴ്ചത്തെയാണ് ഇത് പബ്ലിഷ് ചെയ്ത് വന്നിരിക്കുന്നത്. അത് വളരെ നല്ലൊരു റിപ്പോർട്ടാണ്. അപ്പൊ അത് കൂടുതൽ ഇതിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് നോക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ 2050 ആവുമ്പോഴേക്ക് ഏകദേശം ഒരു 40 മുതൽ 50 വരെ SMR സ്മാർട്ട് മോഡുലർ റിയാക്ടേഴ്സ് ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടാക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ടാറ്റ എഞ്ചിനീയറിംഗ് സർവീസിനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഫ്യൂഷൻ റിയാക്ടർ രംഗത്തും ഇന്ത്യ ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ലേസർ വെച്ചിട്ടല്ല, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടോക്കമാക് ടെക്നോളജി വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, ഫ്രാൻസിൽ കാൻഡ്രാഷ് പറഞ്ഞ സ്ഥലത്ത് ഈറ്റർ എന്ന് പറഞ്ഞ വളരെ വലിയൊരു ഫ്യൂഷൻ മെഷീൻ അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയും അതിലൊരു പാർട്ട്ണറാണ്. അപ്പോൾ ഇതിനൊരു അഹമ്മദാബാദിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ച് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവരാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഇതിൻ്റെ കൂളിംഗ് സപ്ലൈയും ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം മുഴുവൻ ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അതായത് ഫ്യൂഷൻ രംഗത്തും ഇനിയുള്ളൊരു 2-3 ദശകങ്ങളിൽ ഇന്ത്യയിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ അത്രയ്ക്ക് ഡാർക്കാണോ ന്യൂക്ലിയർ എനർജി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചും കൂടിയും ശ്രദ്ധിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ചർച്ചയ്ക്കുള്ള സമയമാണ്. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി വന്നിട്ടുള്ളത്. ഒന്ന് നക്ഷത്രങ്ങളിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച്, രണ്ടാമത് ന്യൂക്ലിയർ വേസ്റ്റിനെ കുറിച്ച്, മൂന്നാമത് ITR-നെ കുറിച്ചിട്ട്. നക്ഷത്രങ്ങളിലെ ചൂട്, അതായത് നക്ഷത്രങ്ങളിലെ ചൂട് ഗ്രാവിറ്റി കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അതായത് നക്ഷത്രങ്ങളായി നിലനിർത്തുന്നത് ഈ അതിലുള്ള ആറ്റങ്ങൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ അത് ഈ ഗ്രാവിറ്റി കാരണമാണ് ഇതിലെ ആറ്റങ്ങളൊക്കെ അടുത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ അടുത്ത് വരുമ്പോൾ ഇതില് വിരിയൽ തിയറം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ ഇതിലത്തെ ഈ ആറ്റങ്ങൾ കൂടുതൽ അടുത്ത് വരുമ്പോൾ ആ അടുത്ത് വരുന്നത് കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും വളരെ കൂടുതൽ അടുത്ത് വരുമ്പോൾ. അപ്പൊ ഇതാണ് ഇതിനെ ചൂട് പിടിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് വഴിയുള്ള ആൻസർ. ഓക്കെ, ഇപ്പൊ മെയിൻലി വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ചും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഒന്ന്, എന്താണ് വേസ്റ്റ് ഡിസ്പോസൽ? 2, വേസ്റ്റ് കടലിൽ ഇതിനെ ചെയ്യുന്നതിനെ കുറിച്ച്, പിന്നെ IAEA സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ട്, പിന്നെ യൂറോപ്പില് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഷട്ട് ഡൗൺ ചെയ്യുന്നതിനെ കുറിച്ച്. ഇതെല്ലാം ഏകദേശം ഒരേ ഒരു ഇത് എങ്ങനെയാണ് വേസ്റ്റിന്റെ ഇതും അതിന്റെ സെക്യൂരിറ്റിയും എന്താണ് യൂറോപ്പിലെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ളതും ഇതെല്ലാം കൂടി ചേർത്ത് രാജ്യം ഒന്ന് ആൻസർ ചെയ്താൽ നന്നായിരിക്കും. സോ വേസ്റ്റ് ഡിസ്പോസൽ ആണ് ഒരു വലിയ പ്രശ്നം. അതായത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിന് ഫ്യൂഷൻ റിയാക്ടേഴ്സിന് നമ്മൾ ആലോചിക്കുമ്പോൾ
ഇതിലുണ്ടാവുന്ന സൈഡ് പ്രൊഡക്ട്സിന്റെ ഡിസ്പോസൽ ഒരു പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ എങ്ങനെ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അത്രയും ശരിയല്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു റിസ്ക് ആണ്. കാരണം ഒട്ടും റിസ്ക് അല്ലാത്തതല്ല, മാനേജബിൾ ആയിട്ടുള്ള റിസ്ക് ആണ്. അതിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ റിയാക്ടറിന്റെ വേസ്റ്റ് വളരെ കൂടുതലായിരുന്നു. അതിനുശേഷം ഈ ഒരുപാട് റീസൈക്ലിംഗ് പ്രോസസ്സൊക്കെ വന്നതിന് ശേഷം ഇന്ന് ഉണ്ടാവുന്ന വേസ്റ്റിൽ നിന്ന് നമുക്ക് ഫിസൈൽ ആയിട്ടുള്ള ഇന്ധനത്തിനെ തിരിച്ച് നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയൊക്കെ ഇപ്പോൾ പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരിക്കും ഡിസ്പോസ് ചെയ്യേണ്ട വേസ്റ്റിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. പിന്നെ ഇതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് ചോദിച്ചാൽ പൊതുവെ അവര് ഇതിന്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഈ കോൺക്രീറ്റ് സ്ലാബ്സിൽ ആക്കുക, അതായത് കോൺക്രീറ്റ് കണ്ടെയ്നേഴ്സിലാണ് ഇത് ഉണ്ടാക്കുക. ഇന്ന് വരുന്ന മെയിൻ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ന്യൂട്രോൺസ് ആണ്. ഈ ഫിഷൻ റിയാക്ഷൻ റേഡിയോ ആക്ടിവിറ്റി കൊണ്ടുണ്ടാവുന്ന ന്യൂട്രോൺസിന്റെ എമിഷൻ, അതുമാതിരിയുള്ള ബീറ്റ കണങ്ങൾ, പിന്നെ ഗാമ റേസ്. അപ്പം ഈ മൂന്നുമാണ് പ്രധാനമായിട്ടും ഉണ്ടാവുന്ന നമുക്ക് പുറത്തേക്ക് നമുക്ക് കാണാവുന്ന കിട്ടുന്ന എമിഷൻസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ആൽഫ പാർട്ടിക്കിൾസ് ഒക്കെ പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. അപ്പോൾ ഈ മൂന്ന് ഇതിനെ നമുക്ക് ഷീൽഡ് ചെയ്യാൻ സാധാരണ കോൺക്രീറ്റിന് പറ്റും. അപ്പം അത് ഈ കോൺക്രീറ്റ് സ്ലാബ്സിൽ, അതായത് കോൺക്രീറ്റ് കണ്ടെയ്നേഴ്സിൽ ആക്കിയിട്ട് ചില സ്ഥലങ്ങളിൽ അത് ഖനജലത്തിൽ ഇട്ട് വെക്കും. അത് എന്തിനു കൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ന്യൂട്രോൺസിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം കൂടുതൽ വേഗതയിൽ ന്യൂട്രോൺസ് എല്ലാ സ്ഥലത്തും, ന്യൂട്രോൺസ് പെട്ടെന്ന് നമുക്ക് ഷീൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എല്ലാ സ്ഥലത്തും പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് വെക്കുന്നത്. അപ്പോൾ മാനേജബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇത് യൂസ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ ഇതിനൊക്കെ അപ്പുറം രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞ മാതിരിയുള്ള ഈ SMR മോഡുലർ റിയാക്ടേഴ്സ് വെക്കുമ്പോഴും, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള സബ് ക്രിട്ടിക്കൽ റിയാക്ടേഴ്സ് വെക്കുമ്പോഴും ഇതിൽ നിന്ന് ഉണ്ടാകുന്ന വേസ്റ്റിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതൊന്ന്. പിന്നെ രണ്ടാമത് ഈ ന്യൂക്ലിയർ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു മൂലകത്തിനെ നമുക്ക് ചില ഇപ്പോൾ ന്യൂട്രോണുകൾ കൊണ്ട് ഇടിപ്പിച്ചിട്ടോ, അല്ലെങ്കിൽ വേറെ ചില ന്യൂക്ലിയർ റിയാക്ഷൻസ് നമ്മൾ ബാഹ്യമായിട്ട് ഇൻഡ്യൂസ് ചെയ്തിട്ടോ വേറെ ചില മൂലകങ്ങളായിട്ടുള്ള മാറ്റാൻ പറ്റുന്ന ചില റിസർച്ചുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ലേസേഴ്സ് ഒക്കെ വെച്ചിട്ട് ന്യൂക്ലിയർ ട്രാൻസ്മ്യൂട്ടേഷൻ സാധ്യമാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ ന്യൂക്ലിയർ വേസ്റ്റിനെ കുറച്ചും കൂടിയും റേഡിയോ ആക്ടിവിത കുറഞ്ഞ മൂലകങ്ങളായിട്ട് മാറ്റാനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ പറയാനുള്ളത്. പിന്നെ യൂറോപ്പിലെ ഇപ്പോഴത്തെ ട്രെൻഡും, പിന്നെ ജർമ്മനി കംപ്ലീറ്റ് ആയിട്ട് ന്യൂക്ലിയർ പ്രോഗ്രാം ഒഴിവാക്കി എന്നുള്ളതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് ആൻസർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ടണലിംഗിലേക്കാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ മനോജിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എപ്പോഴും ആണവോർജം സുരക്ഷിതമാണെന്നാണ് വാദിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ചെർണോബിൽ അടക്കം ഉണ്ടായത്. ആ നിലയ്ക്ക് സാങ്കേതിക വിദ്യ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ആണവോർജം ഡാർക്കല്ല എന്ന വാദത്തെ അങ്ങനെ കാണില്ല. ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അന്നേരം ഇതൊന്ന് ആൻസർ ചെയ്തിട്ട് നമുക്ക് ടണലിലേക്കും മറ്റേതിലേക്കും പോകാം. രണ്ട് ക്വസ്റ്റ്യനിലേക്കും. സോ ജർമ്മനി അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം കഴിയുന്നത്ര ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവരുടെ നിലപാടുള്ളത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇങ്ങനത്തെ ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ എല്ലാ ഗവൺമെന്റുകളും പൊതുവെ കൺസിഡർ ചെയ്യാറ്. ഒന്ന്, ആ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഊർജത്തിന്റെ സ്ഥിതി അത് എങ്ങനെയാണ് കിട്ടുന്നത്, അവരുടെ സസ്റ്റൈനബിൾ ടാർഗറ്റ്സ് എന്തൊക്കെയാണ്, ആ രാജ്യത്തിലുള്ള
ഈ റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ, അതായത് നമുക്ക് ഈ സസ്റ്റൈനബിൾ എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന സോഴ്സസിൻ്റെ സ്ഥിതി എന്താണ്, അവരുടെ എക്കോണമി എന്താണ്, അവരുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണ്, ഇതൊക്കെ അനുസരിച്ചിട്ടുള്ളൊരു പൂർണ്ണമായിട്ടും സയൻസ് ബേസ്ഡ് ഡിസിഷൻസ് അല്ല ഇതൊന്നും. ഇതൊക്കെ കൃത്യമായിട്ട് പൊളിറ്റിക്സും ജിയോ പൊളിറ്റിക്സും എക്കണോമിക്സുമായിട്ട് വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ജർമ്മനിയുടെ കാര്യത്തിൽ ജർമ്മനിക്ക് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഫുക്കുഷിമയുടെ ആ ആക്സിഡന്റ് സമയത്ത് തന്നെ ജർമ്മനി വരെ ഇതിൻ്റെ ചില ട്രേസസ് അവർ കണ്ടെത്തിയിരുന്നു അവരുടെ വിൻഡിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഒരു എന്താ പറയുക, അവിടുത്തെ പോപ്പുലേഷൻ ന്യൂക്ലിയർ ഇതിന് വളരെ പ്രോ ആണെന്ന് പറയാൻ പറ്റില്ല. അതൊന്ന്. പിന്നെ കഴിഞ്ഞ ഒരു 1-2 ദശകങ്ങളിൽ അവർ റിന്യൂവബിൾ എനർജി രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ ജർമ്മനി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെയും കോമ്പിനേഷൻ കൊണ്ടാണ് അവരുടെ ആ ഒരു എനർജി പ്രൊവിഷൻ പാത്വേയിൽ അവർ ന്യൂക്ലിയറിൻ്റെ സ്ഥിതി വളരെ അത്രയും ആവശ്യമില്ല എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് അവർ വന്നിട്ടുള്ളത്. പക്ഷേ അതേ സമയത്ത് തന്നെ അവർ ന്യൂക്ലിയർ ഫ്യൂഷനിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞൊരു 2 വർഷത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഏകദേശം ഒരു 300 മില്യൺ യൂറോ ആണ് അവർ ഫ്യൂഷൻ പ്രോഗ്രാമിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഏകദേശം 3 രാജ്യങ്ങളാണ് ഈ ഫ്യൂഷന്റെ കാര്യത്തിൽ വളരെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന. 1 അമേരിക്ക, 2 UK, 3 ജർമ്മനി. അപ്പോൾ ജർമ്മനി അവരുടെ ഫ്യൂച്ചർ എനർജികളുടെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഫ്യൂഷനിലേക്ക് മാറ്റുവാണ് എന്നാണ് വിചാരിക്കേണ്ടത്. പിന്നെ ഒന്ന് വന്നിരിക്കുന്നത് ഈ അതായത് ഇതെല്ലാം സേഫ് ആണെന്ന് പറയും. അതിനുശേഷമാണ് ഇത് ഏത് എനർജി സോഴ്സ് ആയാലും ഒന്നും 100% നമുക്ക് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ എനർജി സോഴ്സിലും അതിനായിട്ടുള്ള അപകടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ന്യൂക്ലിയർ എനർജിയുടെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ഭീതി വരുന്നത് ഇതിൻ്റെ അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയേഷൻ റിലീസ്, അതായത് ഈ റേഡിയോ ആക്റ്റീവ് എലിമെന്റ്സിൻ്റെ റിലീസ് നമുക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ആ ക്വസ്റ്റ്യനിലാണ്. അപ്പോൾ അത് ചെർണോബിലിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞമായി തന്നെ ഒരു ഹ്യൂമൻ എറർ അല്ലെങ്കിൽ പ്രൊസീജിയർ എറർ കൊണ്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം ഒരുപാട് കാലമായി, ഒരു 40-45 വർഷത്തിന് കഴിഞ്ഞു. അതിനുശേഷമാണ് ഫുക്കുഷിമ ഉണ്ടായത്. പക്ഷേ ഫുക്കുഷിമയിലും ചെർണോബിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ഫുക്കുഷിമയിൽ കുറവായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി ഫാക്ടേഴ്സും സേഫ്റ്റി കൺട്രോൾസും എല്ലാം നമ്മൾ കാലം കൂടുന്തോറും കൂടി വരികയാണ്. നമ്മൾ പണ്ടത്തെ കാറുകളുടെ സേഫ്റ്റി ഫാക്ടേഴ്സ് അല്ല ഇന്നത്തെ കാറുകൾക്കുള്ളത്. ഏകദേശം അതേ ഒരു ഇതാണ് ഇതിലും ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഇന്ത്യയും കേരളം പോലുള്ള ഒരു ഡെൻസിറ്റി, ജനങ്ങളുടെ ഡെൻസിറ്റി ഒരു മേജർ കൺസേൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ചെർണോബിലിൽ എന്തുകൊണ്ടാണ് ഇത് ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് പോവാതെ ഒരു ഇതിലേക്ക് തന്നെ പാറ്റേൺ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത്. സോ ചെർണോബിൽ അങ്ങനത്തെ പാറ്റേൺ വന്നത്, അത് ആക്ച്വലി ആ പിക്ചറിൽ കാണിക്കുന്ന മാതിരി ഇതിന്റെ സ്പ്രെഡ് നാച്ചുറലി വരുമ്പോൾ എല്ലാം യൂണിഫോം ആയിരിക്കും. പക്ഷേ ഇതിന്റെ ഏതൊക്കെ ഡയറക്ഷനിലാണ് ഇതിന്റെ സ്പ്രെഡ് വരുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ വലിയൊരു ഫാക്ടർ പറഞ്ഞാൽ ആ സ്ഥലങ്ങളിലെ വായു സഞ്ചാരമാണ്. അത് വിൻഡ്, അതായത് ഇതിന്റെ കാറ്റിന്റെ ഡയറക്ഷനും ഇതൊക്കെ അനുസരിച്ചിട്ടാണ് വരുന്നത്. കാരണം ഇതിൽ വരുന്ന ഈ റേഡിയോ ആക്റ്റീവ് പ്രൊഡക്ട്സ് ഒക്കെ കുറെ ഗേഷ്യസ് ആയിട്ടുള്ളതാണ്. പിന്നെ കുറെ വളരെ ഈ പൊടി മാതിരിയുള്ള ഈ അയഡിനൊക്കെ മാതിരിയുള്ള ഇതാണ്. അപ്പൊ ഇതൊക്കെ കാറ്റ് കൊണ്ടാണ് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ സ്ഥലത്തെയും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അനുസരിച്ചാണ് ഇതിന്റെ സ്പ്രെഡ് നമ്മൾ കണക്കാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫുക്കുഷിമയിൽ ഉണ്ടായപ്പോൾ ജർമ്മനി പോലും അതിന്റെ ചില ട്രേസസ് നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ കാറ്റ് കൊണ്ട് വരുന്നതാണ്. മേജർ ഒബ്ജക്ഷൻ
nuclear energy in Kerala from KSSB was that as per the IAEA standards, no place can be found due to population density. Same population density തന്നെയാണ്. ഓക്കെ, സോ ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. കാരണം വളരെ കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ ഇങ്ങനത്തെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അഥവാ എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്. അപ്പോൾ നമ്മൾ ജപ്പാന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ജപ്പാനിൽ ആക്ച്വലി സിമിലർ കണ്ടീഷൻ ആയിരുന്നു. കാരണം പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടിയ സ്ഥലത്തായിരുന്നു ഇതുണ്ടായത്. അവിടുന്ന് ഒരുപാട് പേരെ ഒഴിപ്പിക്കേണ്ടി വന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും മുൻകൂട്ടി കാണണം. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 100% സേഫ് ആണെന്ന് പറയാൻ പറ്റുന്ന തരത്തിലൊന്നും അത് ഒരു എനർജി സോഴ്സുമായിട്ടില്ല. അപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ചുള്ള സ്ഥിതിക്ക് നമ്മൾ സാധാരണ ഒരു കൺവെൻഷണൽ റിയാക്ടറിന് അപ്പുറം SMR മാതിരിയുള്ള സൗണ്ട് പോയല്ലോ, ഇമ്പാക്ട് കുറഞ്ഞ ഒരു ഇതായിരിക്കും തോന്നുന്നു. ഞാൻ പറഞ്ഞത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്ഥലത്ത് നമ്മൾ റിയാക്ടേഴ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്രയാലും നമ്മൾ ആലോചിക്കണം. കാരണം ഇതിൻ്റെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു 100% സേഫാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിൻ്റെ ഇമ്പാക്ട് നമ്മൾ കറക്റ്റായിട്ട് കണക്കാക്കണം. അങ്ങനെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ നോക്കുമ്പോൾ SMR ആയിരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടുതൽ അനുയോജ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതില് ഇനി ചോദിച്ചേക്കുന്നത് ടണലിങ്ങിനെ ക്വാണ്ടം ടണലിങ്, ക്വാണ്ടം എൻടാങ്കിൾഡ് പാർട്ടിക്കിൾസ്. സോ അതിനെ കുറിച്ച് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ഗ്രാഫൊക്കെ വേണം. പക്ഷെ ഇത് എങ്ങനെയാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് കാണിക്കാം. സോ നമ്മുടെ സാധാരണ ആറ്റങ്ങൾക്കും മോളിക്യൂൾസിനെല്ലാം ഒരു ആറ്റവും മോളിക്യൂളുമായിട്ട് നിലനിൽക്കുന്നത് ഇതിൻ്റെ ഒരു എന്താണ് ഈ ഇതിലത്തെ ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിലേക്ക് അടുപ്പിച്ച് വെക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, കൂളം ഫോഴ്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലായിട്ട് നോക്കുമ്പോൾ ഇതിനൊരു പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയും. ആ ഒരു പൊട്ടൻഷ്യലാണ് ഈ ഇതിലത്തെ ആറ്റങ്ങളിലെ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് കൂടി വരുമ്പോൾ ഈ ഇലക്ട്രോൺസ് ആണ് ചൂട് പിടിക്കുക ആദ്യം. കാരണം അത് വളരെ ലൈറ്റ് ആവുകൊണ്ട് അതാണ് കൂടുതൽ എനർജി അബ്സോർബ് ചെയ്തിട്ട് പെട്ടെന്ന് ചൂട് പിടിക്കാം. അപ്പോൾ ചൂട് പിടിക്കുമ്പോൾ ഈ പൊട്ടൻഷ്യൽ വെല്ലില് ഇലക്ട്രോൺസ് താഴത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി വരും. ദേ ഗെറ്റ് മോർ എനർജി. അപ്പോൾ ഈ വെല്ലിൽ നിന്ന് പുറത്തു പോകാൻ തക്ക എനർജി കിട്ടണമെങ്കിൽ ആണ് ഞാൻ പറഞ്ഞത് ഒരു 10⁹ ഡിഗ്രി കെൽവിനൊക്കെ ആവശ്യമായി വരുന്നത്. പക്ഷേ മിക്കവാറും അതൊരു നമുക്ക് ഒരുപാട് ആറ്റംസ് അതിലുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇതിൻ്റെ ആവശ്യം വരില്ല പൊതുവെ. കാരണം ഈ ഒരു ഇലക്ട്രോണിനെ നമുക്ക് ഇതിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ഇലക്ട്രോണിനെ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതൊരു ക്ലാസിക്കൽ പിക്ചറിലാണ് നമുക്ക് അതിനെ കൊണ്ടുപോകേണ്ടത്. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പൊട്ടൻഷ്യൽ വെല്ലിനൊക്കെ നമുക്ക് വളരെ താഴത്താവുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം ഇൻഫിനിറ്റി ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ ഈ ഇലക്ട്രോൺ മുകളിലേക്ക് കയറി വരുന്നതോറും ഇതിൻ്റെ ഈ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ ഹൈറ്റും അതിൻ്റെ വിഡ്ത്തും ഇൻഫിനിറ്റിയിൽ നിന്ന് കുറച്ച് കുറഞ്ഞു വരും. അപ്പോൾ ഇതിന്ന് ഈ ക്വാണ്ടം ടണലിംഗ് വഴി, അതായത് ഇലക്ട്രോൺ പറഞ്ഞാൽ നമ്മളൊരു പാർട്ടിക്കിൾ അല്ല, നമ്മളിതിനെ ആ സമയത്ത് ഒരു വേവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ വെല്ലെന്ന് പുറത്തു പോകാനുള്ള പ്രോബബിലിറ്റി ഇത് കൂടി വരും. അതായത് ഈ വെല്ലിൻ്റെ നമ്മുടെ ഈ ഹൈറ്റ് കുറഞ്ഞ് വരുന്നതോറും ഇതിന്ന് ഇലക്ട്രോൺ നമുക്ക് ടണൽ ചെയ്തിട്ട് പുറത്തു പോകാനുള്ള പ്രോബബിലിറ്റി കൂടി വരും. അപ്പോൾ ഈ ടണലിംഗ് കൊണ്ടാണ് നമുക്ക് അത്രയും ചൂടില്ലെങ്കിൽ കൂടിയിട്ടും ക്ലാസിക്കലായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ചൂടില്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് പ്ലാസ്മ ഇത് ടണൽ ചെയ്തിട്ട് പ്ലാസ്മ ഉണ്ടാക്കാൻ സൂര്യനിൽ പറ്റുന്നത്. പിന്നെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ വാഹനങ്ങൾ എങ്ങനെ ഇത് എഫക്റ്റീവ് ആവും? ഫാസ്റ്റ് ബ്രീഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ പൊതുവെ 3
ഇന്ത്യയിൽ ശരിക്കും ആറ്റോമിക് എനർജി പ്രോഗ്രാം തുടങ്ങിയത് ഹോമി ഭാഭയാണ്. ഇതിൻ്റെ ആദ്യത്തെ തുടക്കം തന്നെ ശരിക്കും TIFR ആയിരുന്നു. എന്നിട്ടാണ് അവിടുന്ന് പുറത്ത് പോയിട്ട് BRC ഒക്കെ ഉണ്ടായത്. അപ്പോൾ അന്ന് തന്നെ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്ത്യയിലെ ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടിയിട്ട് ഹോമി ഭാഭ പ്ലാൻ ചെയ്തിരുന്നത്. അത് ആദ്യത്തെ ആണ് ഇതിൽ ഈ ഹൈ പ്രഷർ വാട്ടർ റിയാക്ടേഴ്സ്, അതായത് വാട്ടർ ഘനജലം ഉപയോഗിച്ചിട്ട് അതിനെ കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന റിയാക്ടേഴ്സ്. അതാണ് ഫസ്റ്റ് ജനറേഷനുള്ളത്. നമ്മൾ ആദ്യത്തെ പൊതുവേ ഉള്ള ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാ റിയാക്ടേഴ്സും ആ ടെക്നോളജിയിലാണ്. അതിനുശേഷമാണ് ഈ ഫാസ്റ്റ് ബ്രീഡേഴ്സ് ഉണ്ടായത്. ഫാസ്റ്റ് ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ന്യൂട്രോൺസിനെ അധികം സ്ലോ ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ യുറേനിയത്തിനെ പ്ലൂട്ടോണിയമാക്കി മാറ്റിയിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജി. അത് ഇതിൻ്റെ റിയാക്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നടത്താൻ പറ്റും ഫാസ്റ്റ് ന്യൂട്രോൺസ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അതിനെ അത്രയും ഖനജലം കൊണ്ട് അതിനെ കൂള് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഇതുള്ള ടെസ്റ്റ് റിയാക്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൽപ്പാക്കത്തുള്ളത് എനിക്ക് ഫാസ്റ്റ് ബ്രീഡർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മുഴുവനായിട്ട് അറിയില്ല, നോക്കേണ്ടി വരും. പക്ഷേ കൽപ്പാക്കത്ത് എന്തായാലും ഒരെണ്ണം ഉണ്ട്. കൽപ്പാത്താണോ മദ്രാസിലാണോ അറിയില്ല, ഒരെണ്ണം എന്തായാലും ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആണ്. പക്ഷെ അത് ഫുള്ളായിട്ടൊരു ഇൻഡസ്ട്രിയൽ സ്റ്റേജിലേക്ക് നമുക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജാണ് ഇപ്പോൾ ഇതിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഈ തോറിയം വെച്ചിട്ടുള്ള റിയാക്ടർ. തോറിയത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യക്ക് കൂടുതൽ താല്പര്യം വരാനുള്ള കാരണം തോറിയത്തിൻ്റെ ഒരു വലിയ നിക്ഷേപം ഇന്ത്യയിലുണ്ട്. നമ്മുടെ യുറേനിയത്തിനൊക്കെ അപേക്ഷിച്ചിട്ട് വളരെ വലിയൊരു നിക്ഷേപം തോറിയത്തിൻ്റെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത് കാരണം തോറിയം ഇന്ധനമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, പക്ഷേ തോറിയത്തിനെയും നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. തോറിയത്തിനെ നമ്മൾ ന്യൂട്രോൺ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ യുറേനിയം ആക്കിയിട്ടാണ് റിയാക്ടറിൽ ഉപയോഗിക്കുക. അപ്പോൾ ആ ടെക്നിക്ക് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു റിസർച്ച് റിയാക്ടർ സ്റ്റേജിലാണ് തോറിയം ഉപയോഗിച്ചിട്ടുള്ള റിയാക്ടർ തോന്നുന്നത്. അത് കമേഴ്ഷ്യൽ ലെവൽ എന്തായാലും ആയിട്ടില്ല. ന്യൂക്ലിയം ഇതിനകത്ത് യുറേനിയം സ്കേഴ്സിറ്റിയെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യുറേനിയം സ്കേഴ്സിറ്റി ആണ് ഇതിലൊരു ഒരു പ്രശ്നം. പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള, അതായത് നമുക്ക് തൽക്കാലത്തേക്ക്, അതായത് ഒരു അടുത്തൊരു 100-200 വർഷത്തേക്ക് നമുക്ക് എനർജി ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള യുറേനിയം നമുക്ക് ഉണ്ട് ഇപ്പം തന്നെ. പിന്നെ ഇതിന്ന് ഉണ്ടാവുന്ന, അതായത് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന യുറേനിയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റീസൈക്കിൾ ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന്. അത് ആ ടെക്നോളജി ഇപ്പോൾ പല സ്ഥലത്തും വികസിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ആ സ്കേഴ്സിറ്റി വലിയൊരു പ്രശ്നമല്ല. പക്ഷെ അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള തോറിയം ബേസ്ഡ് റിയാക്ടേഴ്സിന്റെ പ്രസക്തി. അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നമില്ല. അരുൺ ശ്രീകുമാറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഒന്ന് നോക്കിക്കോളൂ. ഇത് അരുൺ പറഞ്ഞൊരു വിഷയം അത് വളരെ വലിയൊരു വിഷയമാണ്. അത് ഇതൊന്നും ഒരു ഈ രംഗത്തുള്ളൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്കിതിൽ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്യുവർലി സയൻറ്റിഫിക് അല്ല. ഇത് നമുക്ക് പൊളിറ്റിക്സുമായിട്ടും ജനങ്ങളുടെ സോഷ്യോളജിയുമായിട്ടും ജനങ്ങളുടെ ചിന്താഗതിയായിട്ടും പൊതുബോധമായിട്ടും സംസ്കാരമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ അരുൺ പറഞ്ഞോട് ഞാൻ മുഴുവൻ യോജിക്കുകയാണ്. ഇതിൽ ശരിക്കും പരിഷത്തിന് വലിയൊരു പങ്കുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളിതിൽ ഒന്നും ഒളിച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇപ്പോൾ എവിടെയാണ് ഈ, അതായത് ഒരു 50 വർഷം മുമ്പിലത്തെ ടെക്നോളജി അല്ല ഇപ്പോൾ ഉള്ളത്. ആ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എന്തൊക്കെയാണ്, അത് എത്രത്തോളം ഈ രംഗത്തെ കൂടുതൽ സേഫ് ആക്കിയിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഫുള്ളായിട്ട് അസസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് ശരിക്കും പരിശുദ്ധമായുള്ള സംഘടന ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കേണ്ടത്. പക്ഷെ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇത് ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കുറച്ചും കൂടുതൽ ടെക്നിക്കലാവും. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥിതി അനുസരിച്ചിട്ട് ഐ തിങ്ക് പീപ്പിൾ സ്വിച്ച് ഓഫ് വെരി ഈസിലി. പിന്നെ അടുത്ത അതർ പോസിബിൾ ന്യൂക്ലിയർ പവർ ഓർ അതർ പോസിബിൾ ന്യൂക്ലിയർ റിയാക്ടർ എന്നുണ്ട്, ന്യൂക്ലിയർ ഫ്യൂവൽ അതർ പോസിബിൾ. അതിന്റെ ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു ഞാൻ. പക്ഷേ പൊതുവെ എല്ലാവരും യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ബേസ്ഡ് റിയാക്ടേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. തോറിയം ആണ് കൂടുതലായിട്ട് വരുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാഹനങ്ങളിൽ എങ്ങനെ എഫക്റ്റീവ് അത് ഞാൻ ചോദിച്ചു നേരത്തെ, വാഹനങ്ങളിൽ എങ്ങനെയാണ് ഇത്? അത് നമ്മുടെ സോളാർ മാതിരി തന്നെ. അതായത് നമ്മള് ഇപ്പൊ നമ്മുടെ കാറിലൊന്നും ന്യൂക്ലിയർ റിയാക്ടർ വെച്ചിട്ട് കൊണ്ടുപോകുന്നത് പ്രാക്ടിക്കൽ അല്ലല്ലോ. അതല്ല നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഗ്രിഡിലേക്ക്, അതായത് നമ്മുടെ പവർ ഗ്രിഡിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന സോഴ്സ് എങ്ങനെ കാർബൺ ഫ്രീ ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രിഡിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ സാധാരണമായി തന്നെ. കാരണം നമ്മുടെ ഇലക്ട്രിക്കൽ EVs മാതിരി ബാറ്ററി വെച്ചിട്ട് തന്നെ വേണ്ടി വരും. ഇതിലൊന്നും ഇപ്പോൾ ന്യൂക്ലിയർ ആയി കഴിഞ്ഞാൽ തന്നെ ഇതും ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബാറ്ററിയുടെ എഫിഷ്യൻസി ഒക്കെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇതൊക്കെ നമ്മൾ പല ആംഗിളിൽ നിന്നും അഡ്രസ് ചെയ്യേണ്ട ഒരു വളരെ വലിയൊരു വിഷയമാണ് ഈ എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്. ഞാൻ കേരളത്തിലെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ, കേരളത്തിലിപ്പോ എനിക്ക് ആ മനസ്സിലാക്കിയിടത്തോളം 1/3 ഓഫ് ദി എനർജീസ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ലോക്കലി ആൻഡ് 2/3 they are buying from outside. ആൻഡ് അവരുടെ എസ്റ്റിമേറ്റ് പ്രകാരം 2030 10,000 മെഗാവാട്ട് പവർ കേരളത്തിൽ ആവശ്യം വരും. കേരളത്തിൽ ആകെ ജനറേഷൻ 2000 മെഗാവാട്ട് ഉള്ളൂ. ഇപ്പോൾ how they are going to manage without nuclear? This is my question. Because Kerala has plenty of thorium. Thorium center ആണ് കേരളം. Kerala is to be one of the highest cost of Kerala. So Kerala should utilize. ആളുകള് ന്യൂക്ലിയറിന് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നതിന് വലിയ അർത്ഥമില്ല. കാരണം കൺട്രി ലൈക്ക് ജപ്പാൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി ഇസ് വെരി ഹൈ. അതാണ് ഞാൻ പറഞ്ഞത്. 59 റിയാക്ടർ ഉണ്ട് ജപ്പാനില്. പിന്നെ ജപ്പാൻ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വൺ മോർ പോയിന്റ്, ജർമ്മനി now they are reconsidering. അവരുടെ ന്യൂക്ലിയർ 2023 അവര് 2023 ഇപ്പൊ 2024 കഴിയാറായി. Now they are reconsidering. Recently there was a comparative chart between France and Germany. The air quality of France and Germany. So air quality of France is much higher than that of Germany, because Germany is generating that much coal power. കോളാണ് അവരുടെ മേജറായുള്ള പവർ. അപ്പൊ ആളുകള് നമ്മളിപ്പോ ഇത് പറയുമ്പോ ഇതൊക്കെ നോക്കണം. ആളുകൾ എത്ര പേര് മരിക്കണം, ശ്വാസം മുട്ടി മരിക്കണം ബിക്കോസ് ഓഫ് ദി ബാഡ് എയർ. അപ്പൊ നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുമ്പോൾ വെറുതെ നമ്മള് അനാവശ്യമായിട്ട് ബഹളം വെക്കരുത്. കാരണം നമ്മള് ഒരു റിയാക്ടർ ആക്സിഡന്റ് ആവുന്നത് വളരെ റയറാണ്. ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നു വെക്കുന്നവരാണ് ന്യൂക്ലിയർ ആക്സിഡന്റ് ആവുന്നത്. മുല്ലപ്പെരിയാർ അത് ഒരു ന്യൂക്ലിയർ ആക്സിഡന്റ് ഉണ്ടാവുന്നത് വളരെ റയറാണ്. റയറസ്റ്റ് റയർ. ഒരു ആക്സിഡന്റ് ശരിക്കും ഉണ്ടായിട്ടുള്ളൂ. ചെർണോബിൽ. ചെർണോബിൽ ആക്സിഡന്റ് ആയത് ബിക്കോസ് ദി ഓപ്പറേറ്റർ മിസ്റ്റേക്ക്. അൺഓതറൈസ്ഡ് എക്സ്പെരിമെന്റ്. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സേഫ്റ്റി ഇസ് സോ മച്ച് ഇമ്പോർട്ടന്റ്. ഒരു റിയാക്ടറില് അത്രയും സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടിത്തെറിക്കുന്നത് മേ ബി റയർലെസ് റയർ, ഒരു സ്കൈ മോളിന്ന് വീണ പോലെയാണ് എന്നാലും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വി ഹാവ് ടു ടേക്ക് എ വെരി ലോജിക്കൽ. ആളുകൾ വെറുതെ ജമ്പിങ് അഗൈൻസ്റ്റ് ന്യൂക്ലിയർ ഇതൊക്കെ റോങ് ആണ് എന്റെ അഭിപ്രായം. കാരണം നമുക്ക് നല്ല എയർ വേണം, നമുക്ക് പവർ ചീപ്പായിട്ടുള്ള പവർ വേണം. നൗ വാട്ട് ഈസ് കണ്ടീഷൻ? വി ആർ ഗെറ്റിംഗ് 260 മെഗാവാട്ട് ന്യൂക്ലിയർ എനർജി ഫ്രം കുളംകുളം ടു കേരള. കേരള ഇവിടെ കേരള പീപ്പിൾ ആരും ഒബ്ജക്ഷൻ ഇല്ല. കാരണം പവർ ജനറേറ്റ് ബൈ തമിഴ്നാട്. വി ആർ യൂസിങ് ഇറ്റ്. അപ്പൊ അതിന് ലോജിക്കൽ നമ്മൾ അവരുടെ പവർ നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല അർത്ഥം. നമുക്ക് സ്ഥലങ്ങളുണ്ട്, സ്ഥലം ഉണ്ടാക്കാൻ പ്രശ്നമില്ല. സ്ഥലം ഇഷ്ടം പോലെ. I fully agree. This is my comment. Thank you very much. I'm very happy to talk to you. And likewise. Thank you very much. Thank you. എന്റെ ചോദ്യം മാത്രമാണ്, ചെർണോബിലാണ് ഒരു മാൻ മെയ്ഡ് ഡിസാസ്റ്റർ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം കൂടെ ആയിരുന്നില്ലേ? ഈ ജനാധിപത്യവും അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റോ അല്ലെങ്കിൽ അതില്ലാത്ത ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം കൂടെ അല്ലേ ചെർണോബിൽ നമ്മൾ ഫേസ് ചെയ്തത്? പറഞ്ഞില്ല മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഈ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ വായിച്ചതുമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. സമയം തീർന്നത് കൊണ്ടാണ്.
ആ. 18,500 റിയാക്ടറുകൾ, അത് സയന്റിഫിക് ആകാം, അറ്റോമിക് സൈനികമായിട്ടുള്ളതാകാം, പവർ പ്രൊഡക്ഷൻ ആകാം, 60 വർഷത്തിൽ ഉണ്ടാക്കി എന്ന് പറയുന്നു. പക്ഷെ 440 കറന്റിലി പ്രവർത്തിക്കുന്നു. മീൻസ് ഓൺലി 2%, ലൈക് 2.2% സംതിങ് ഇസ് ഓൺലി വർക്കിംഗ്. അപ്പോൾ അത് വെറും മനുഷ്യരുടെ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ എഴുതുമ്പോൾ കൃത്യമായിട്ടും ഒരു എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത് അടച്ചു പൂട്ടിയപ്പെട്ടതെന്ന് നമുക്കൊരു, കാരണം സാധാരണ രീതി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു ചോദ്യമുണ്ട്. എനിക്ക് ഗഫൂർക്ക പറഞ്ഞ അതേ ചോദ്യത്തോട് കൂടി ചേർന്നുകൊണ്ട്, അതൊരു റഷ്യ പോലുള്ള രാജ്യത്തായ സോവിയറ്റ് യൂണിയൻ ആയതുകൊണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ജപ്പാൻ അവിടുത്തെ ജനങ്ങളുടെയും തൊട്ടപ്പുറത്തുള്ള ചൈനയുടെയും കൊറിയയിലെ മനുഷ്യരുടെയും പസഫിക്കിലെ എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങളെ ചോദിക്കാതെ റഷ്യൻ വാട്ടർ തുറന്നു വിടുന്നുണ്ട്. ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു രാഷ്ട്രമായ ഇസ്രയേല് തൊട്ടപ്പുറത്തെ രാജ്യമായ ഇറാന്റെ ആണവ റിയാക്ടറുകളിൽ സെൻട്രിഫ്യൂജുകളിൽ കടന്നു കയറുന്നുണ്ട്. ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജനാധിപത്യപരമായി ജീവിക്കുമ്പോൾ ഈ ആണവോർജത്തെ ബാക്കിയെല്ലാം മാറ്റി വെക്കും. ഞാൻ ആണവോർജം പവർ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ലോകത്ത് എങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക? ഇത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ 2-3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഒന്ന്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെയുള്ള ഒരു പൊളിറ്റിക്കൽ പ്രശ്നം. ഇത് നമ്മൾക്ക് പൊതുവെ എല്ലാറ്റിനും വരുന്നതാണ്. പക്ഷേ ആണവോർജത്തിന്റെ കാര്യത്തിൽ ഈ പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. രണ്ടാമത്തെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ റിയാക്ടേഴ്സ് തുടങ്ങാനും അതിനെ സസ്റ്റെയിൻ ചെയ്യാനുമുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഇതില് റിയാക്ടേഴ്സിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ റിയാക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇന്ധനങ്ങൾ അതിൽ യൂസ് ചെയ്യുന്നത്. ആ ഇന്ധനത്തിന്റെ ഏകദേശം ഒരു 5% അല്ലെങ്കിൽ 10% മാത്രമാണ് നമ്മൾ ശരിക്കും ഫിഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. എങ്കിലും അത് ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ റിയാക്ടർ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ റോഡ്സ് നമുക്ക് ഫ്യൂവൽ റോഡ്സ് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെ റീപ്ലേസ് ചെയ്യണം. കാരണം ഈ 2 മുതൽ 5 വർഷം വരെ എത്രത്തോളം ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അതിലത്തെ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഇങ്ങനെ നോൺ ഫിസൽ ആയ മെറ്റീരിയൽ ആയിട്ട് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയുള്ളത് വേസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് തിരിച്ച് ഇതാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇത് ഒരു കണ്ടിന്യൂയിങ് കോസ്റ്റ് ആയിട്ട് പല രാജ്യങ്ങളും ആദ്യം തന്നെ കണക്കാക്കിയിരുന്നു. അപ്പോൾ അതാണ് ഇതിലൊരു കാരണം. എന്തുകൊണ്ടാണ് ചിലപ്പോൾ ചില രാജ്യങ്ങൾ അതിനുള്ള ടെക്നോളജി ഉണ്ടാവില്ല, ചില ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവില്ല, ചിലപ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് കൊണ്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയ റിയാക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ റിസർച്ച് റിയാക്ടേഴ്സ് മാതിരി ചില ഇപ്പോൾ 10, 20 അല്ലെങ്കിൽ 50 മെഗാവാട്ട് മാത്രം പവറുള്ള ചില ടെക്നോളജി പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ റിയാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ഇതിന്റെ പൊളിറ്റിക്സിന്റെ കാര്യം വളരെ ശരിയാണ്. അത് നമ്മളൊന്നും ഇപ്പൊ ഒരു എന്താ പറയാ ഒട്ടും ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥിതിയല്ലല്ലോ. കാരണം നമ്മുടെ എല്ലാ ഇതും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ ഇതൊക്കെ ഇതൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതില് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇതിലത്തെ സയന്റിഫിക് ടെക്നോളജിക്കലും ആയിട്ട് വന്നിട്ടുള്ള അഡ്വാൻസസ് എന്തൊക്കെയാണ്, അത് എത്രത്തോളം ഇതിനെ സേഫ് ആക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ടോക്കിൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഫാക്ട്സ് ആണ്, ബട്ട് ബിയോണ്ട് ദ റെലം ഓഫ് ദിസ് ടോക്ക്. ഇതിലൂടെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൂടെ ഒന്ന് പറയാമോ ഒരു നിമിഷം കൊണ്ട്? കാരണം ഇതിന്റെ 70% മോറാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്, പിന്നെ ഇന്ധനത്തിന്റെ കോസ്റ്റ്, പിന്നെ ഇതിന്റെ ഡിസ്പോസലിനുണ്ടാകുന്ന കോസ്റ്റും കൂടി പെർ യൂണിറ്റ് കറണ്ട് ആദ്യ യൂണിറ്റിൽ നിന്ന് കൊടുത്തു തുടങ്ങണമെന്നാണ് എന്റെ അറിവിൽ. അങ്ങനെയാണെങ്കിൽ സാധാരണ മനുഷ്യന് ഇതില് ന്യൂക്ലിയർ പവറിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യം കൊടുക്കേണ്ട ഇനീഷ്യൽ ക്യാപിറ്റലാണ്. അപ്പൊ ആ ഇനീഷ്യൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു സാധാരണ ഫസ്റ്റ് ഇപ്പോൾ ഇന്ത്യയിലത്തൊക്കെ ഒരു സാധാരണ റിയാക്ടർ ഫസ്റ്റ് ജനറേഷൻ റിയാക്ടർ പറഞ്ഞാൽ ഏകദേശം ഒരു 10 കോടി രൂപയുടെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന എനർജി നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓവർ ടൈം ഇറ്റ് വിൽ ബിക്കം ഈക്വലൻ ടു സോളാർ. ആ കാരണം ഇതിന്റെ എക്കണോമിക്സ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. കാരണം സോളാറിനൊക്കെ ഒരുപാട് സബ്സിഡി വരുന്നുണ്ട്, മറ്റേതിന് അങ്ങനെ സബ്സിഡി ഇല്ല. ബട്ട്
ഓൺ ദ ആവറേജ് ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഇത് ആൾമോസ്റ്റ് ഈക്വൽ It will ഉണ്ടാവും. cost you millions. ബട്ട് യു ഹാവ് ടു പുട്ട് ഇൻ ലോട്ട് ഓഫ് മണി ഇനീഷ്യലി. ഒരു ക്വസ്റ്റ്യൻ എന്റെ ഭാഗത്തോട് ചോദിച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. നമ്മളിപ്പോ 6:45 സമയം കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാല് ഇത് റിനോവേറ്റ്, നമ്മൾ പണ്ടുണ്ടാക്കിയ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇപ്പൊ ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ ആ ടെക്നോളജിയുടെ അനുസരിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനൊരു ഇതൊരു എന്താണ് ഗോസ്റ്റ് ഹൗസ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് വീണ്ടും പുതിയ തുടങ്ങേണ്ടി വരും. അതിനുള്ള റിസർച്ച് എങ്ങനെയാണ് നടക്കുന്നത്? കാര്യം പുതിയ ഇതിന്റെ റിസർച്ചിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു രാജു. ഈ നിലനിൽക്കുന്ന പഴയ ഒരുപാടെണ്ണം ഇപ്പം ടെക്നോളജി ഇത് ചെയ്തോ ഒക്കെ തന്നെ പോയിട്ടുണ്ട്. അന്നേരം ഇതിനെ നമുക്ക് എങ്ങനെയാണ് റിവൈവ് ചെയ്യാനോ അതിനുള്ള റിസർച്ച് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതിനെ എങ്ങനെയാണ് നമ്മൾ ഇതായിട്ട് ഇത് ഇങ്ങനെ നിലനിർത്താനൊക്കെ ഇല്ലല്ലോ. ഒന്നുകിൽ ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് പകരമായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക? കാര്യം ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനത്തിന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ടൈം കഴിഞ്ഞെന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് അത് നല്ലൊരു ചോദ്യമാണ്. അതിനുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അത് അത്രത്തോളം നമ്മൾ പറയുന്ന അത്രയും ഫുള്ളായിട്ട് പ്രാക്ടിക്കലും അല്ല അത്. കാരണം പുതുതായിട്ട് വരുന്ന ടെക്നോളജി പറഞ്ഞാൽ കൂടുതൽ ഈ കൂളന്റിലുള്ള ടെക്നോളജിയാണ് വരുന്നത്. അപ്പോൾ ഈ ഖനജലത്തിന് പകരം മോൾട്ടൺ സോഡിയം ഉപയോഗിക്കുന്ന ടെക്നോളജി. മോൾട്ടൺ സോഡിയം ഉപയോഗിക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞാൽ ഏകദേശം 800-883 ഡിഗ്രി അങ്ങനെ എന്തോ ആണ്. നമ്മുടെ വെള്ളത്തിന്റെ പറഞ്ഞാൽ 100 ഡിഗ്രിയാണ്. അപ്പോൾ കൂടുതൽ ചൂടിനെ ഈ മോൾട്ടൺ സോഡിയം ഒക്കെ ഉപയോഗിച്ചിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ മർദ്ദം കൂടിയിട്ടുള്ള പ്രശ്നങ്ങളും ആക്സിഡന്റുകളും ഒക്കെ വളരെ കുറയും ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഇതല്ല ഇതൊന്നും. ഇത് കൂളന്റ് മാറ്റുമ്പോൾ അതിന്റെ ഉള്ളിലത്തെ കോറിലത്തെ ചില ടെക്നോളജികൾ മാറ്റേണ്ടി വരും. അതിനോടുള്ള അനുബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാം മാറ്റേണ്ടി വരും. പക്ഷെ ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഇത് മുഴുവനായിട്ട് ഇതാക്കാൻ റീസൈക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴും സംശയത്തിലാണ്. ഓക്കെ, ഇത്രയും നല്ലൊരു സബ്ജക്റ്റ് ഇത്രയും നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇതിന്റെ എല്ലാ അറിവുകളും പറഞ്ഞു രാജുവിന് നന്ദി. ഇത് എന്തായാലും ഇത്രയധികം പേര് പങ്കെടുത്തു. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇതിന് ചർച്ചയിലും പങ്കെടുത്തു. അതിനുള്ള സന്തോഷം. അതുകൊണ്ട് തന്നെ എന്തായാലും നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. എന്തെങ്കിലും ഒഫീഷ്യലി ഇതുണ്ടോ പാർവതി? ഇല്ല, വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച് രാജീവ്. കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച എനിക്കറിയാം അവിടെ രാജീവ് ഒരുപാട് തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇത്തിരി സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചതിന് താങ്ക്സ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത് നമ്മുടെ ആദ്യത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ അത് ഇത്രയും കൂടുതൽ ഒരു എനിക്ക് തോന്നുന്നത് ഏകദേശം 95-97 വരെ പാർട്ടിസിപ്പൻസ് എത്തിയ ഒരു സമയം പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ പരിപാടിയിൽ ഇത്രയധികം ആൾക്കാർ പങ്കെടുത്തു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കണം. അപ്പൊ നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.